ദൈവത്തിന് മഹത്വം. परमेश्वर की महिमा हो. കൂടാതെ സ്നേഹിതരായി ദൈവമക്കളായി ഈ മാധ്യമത്തിലൂടെ ഞങ്ങളെ ശ്രവിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. और उसी समय परमेश्वर के बच्चे और मेरे मित्र जो भी इस माध्यम के द्वारा हमारे साथ इस सेवकाई में जुड़ रहे हैं, आपका भी मैं स्वागत करना चाहता हूँ. നിങ്ങൾ എവിടെ ഇരുന്ന് ദൈവത്തെ ആരാധിക്കുന്നു, ദൈവവചനം ശ്രവിക്കുന്നു, ദൈവം നിങ്ങളുടെ മേൽ ഏറിയ കൃപ പകരട്ടെ. आप जहाँ पर भी बैठकर परमेश्वर के वचन को सुन रहे हो और ग्रहण कर रहे हो, वहाँ पे सब परमेश्वर आपको बहुताई में आशीषित रखे. ദൈവം ദേശത്ത് ചെയ്യുന്ന വിടുതലുകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. देश में जो परमेश्वर छुटकारों को कर रहा है, उसके लिए मैं परमेश्वर का धन्यवाद करता हूँ. കർത്താവ് ദൈവസഭയുടെ പ്രാർത്ഥനയുടെ മേൽ ദൈവത്തിന്റെ മനസ്സലിവ് വെളിപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. परमेश्वर ने कलीसिया की प्रार्थना के ऊपर अपने मन को पिघलाकर छुटकारे को प्रकट किया. इसके लिए मैं परमेश्वर का धन्यवाद करता हूँ. ദൈവസഭയോടെ ഒന്നുകൂടെ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. और कलीसिया को और एक बार मैं ये जो है उपदेश दूं, നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ മടുത്തു പോകരുത്. हमारे प्रार्थना में हम आलसी ना हो जाए. നമ്മൾ നമ്മുടെ ദേശത്തിന് അതിർ വരച്ചെങ്കിൽ, अगर हमारे देश में हमने क्षेत्र या सीमा लगाई है, നമ്മുടെ സഭയ്ക്ക് ദൈവം ഒരു അതിര് തന്നിട്ടുണ്ട്. हमारे कलीसिया को परमेश्वर ने एक सीमा रखी है. നിങ്ങൾ പാർക്കുന്ന ദേശത്തിന്റെ അതിര് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. और जिस देश में आप रहते हो, उस देश की सीमा लगाने का अधिकार आपको है. അതുകൊണ്ട് നിങ്ങൾ അതിനെ വരച്ചിട്ട് വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിക്കണം. तो आप देश पर वो सीमा लगाकर फिर से अब सामर्थ रूपी से परमेश्वर से प्रार्थना करते रहे. കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണാൻ ദൈവസഭ തയ്യാറാകുക. परमेश्वर के अद्भुत कार्यों को देखने के लिए कलीसिया तैयार हो जाए. ദേശത്തും അത്ഭുതം നടക്കും, देश में भी अद्भुत कार्य होंगे, സഭയിലും അത്ഭുതം നടക്കും, कलीसिया में भी अद्भुत कार्य വീടുകളിലും होंगे, അത്ഭുതം നടക്കും. घरों में भी अद्भुत कार्य होंगे. പുതിയ പുതിയ ടെസ്റ്റിമണികൾ ദൈവം നമുക്ക് തരും. नए गवाहियों को परमेश्वर हमारे अंदर से उत्पन्न करेगा. കർത്താവ് നിങ്ങളെ അതിനായി എഴുന്നേൽപ്പിക്കട്ടെ. और परमेश्वर आप लोगों को उस बात के लिए परमेश्वर खड़ा रखे. നിങ്ങൾ ഓരോ പ്രാർത്ഥന ഗോപുരങ്ങളായി മാറട്ടെ. और आप सब प्रार्थना के खंबे बने रहे. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ മുറി സ്വർഗത്തിലെ അപ്പൻ രഹസ്യമായി വിസിറ്റ് ചെയ്യുന്ന സ്ഥലമായി മാറട്ടെ. और आपका प्रार्थना का कमरा जो है वो स्वर्गीय पिता आपको रहस्य में आके मिलने वाला कमरा बन जाए. കർത്താവ് അതിനായി നിങ്ങളെ ഒരുക്കട്ടെ. उस बातों के लिए परमेश्वर आपको तैयार करे. എല്ലാവർക്കും ഒരിക്കൽ കൂടെ വന്ദനം അറിയിക്കുക. आप सभी को फिर से यीशु मसीह के नाम में प्रेम भरा കഴിഞ്ഞ वंदन. ആഴ്ച വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൂത് ദൈവം നമുക്ക് നൽകി. और पिछले हफ्ता परमेश्वर ने बहुत ही एक आशीषित वाणी हमको दिया. എത്ര പേർക്ക് ദൈവം ഈ ആഴ്ച ദൈവം കൂട്ടിമുട്ടൽ അനുഭവിക്കാൻ കഴിഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. मुझे पता नहीं आप लोग में से कितने लोगों ने उस मुठभेड़ को अनुभव किया है, പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, पर एक बात मैं यकीन से कहता हूँ, ഈ ആഴ്ച കർത്താവ് അവൈലബിൾ ആയിരുന്നു. ये हफ्ता परमेश्वर उपलब्ध था. മിസ്സായെങ്കിൽ അത് എൻ്റെ കുഴപ്പമില്ല. अगर आपने उस मुठभेड़ को खो दिया है तो उसमें मेरी गलती नहीं है. എൻ്റെ ദൈവം എന്നോട് കള്ളം പറയാറില്ല. मेरा परमेश्वर मुझसे झूठ नहीं बोलता. എൻ്റെ ദൈവം എന്നോട് ഉള്ളതേ പറയാറുള്ളൂ. मेरा परमेश्वर सच्चे बातें ही मुझसे करता है. ചിലരോട് സ്വപ്നമായി കർത്താവ് അടുത്ത് വന്നിട്ടുണ്ട്. कुछ लोगों के पास परमेश्वर सपने के द्वारा पास आया था. ചിലരുടെ പ്രാർത്ഥനാ മുറിയിൽ ഇടപെടാൻ വന്നിട്ടുണ്ട്. कुछ लोगों के प्रार्थना के कमरे में मुठभेड़ करने आया നീ था. വേണ്ട പോലെ ഈ ആഴ്ച പ്രാർത്ഥനാ മുറിയിൽ കയറിയില്ലെങ്കിൽ, इस हफ्ते अगर आपने जैसी जरूरत थी वैसे अगर प्रार्थना के कमरे में आप नहीं गए, ഈ കഴിഞ്ഞ ആഴ്ച നീ വേണ്ടതുപോലെ പ്രാർത്ഥനാ മുറി കയറിയില്ലെങ്കിൽ, ये पिछले हफ्ते अगर आप प्रार्थना कमरे में जैसे जाना था वैसे अगर आप गए नहीं, ആ കൂട്ടിമുട്ടൽ നിനക്ക് നഷ്ടമായി. तो वो मुठभेड़ आपने खो दिया है. ഓ, തിരുവചനത്തിനകത്തൂടെ ഇടപെടുന്ന ഒരു കർത്താവുണ്ട്. अब ऐसा एक परमेश्वर है जो वचन के द्वारा मुठभेड़ करता है. കൂട്ടിമുട്ടുന്ന ഒരു ദൈവമുണ്ട്. जो परमेश्वर हमसे मुठभेड़ करने കാരണം आता അവൻ है, വചനമായതുകൊണ്ട് क्योंकि परमेश्वर वचन है അവൻ ഏത് സമയത്തും ജഡമായി മാറാൻ പറ്റും. और वो किसी भी समय में शरीर धारण कर सकता ഈ है. വചനത്തെ ജഡമാക്കി നിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റും. और इस वचन को वो शरीर को धारण कर कर वो आपके सामने प्रकट हो सकता है. ശബ്ദത്തെ ശരീരമാക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ, आवाज को अगर परमेश्वर शरीर बना सकता है, ഓ, രക്തം ചെയ്യാൻ നിന്റെ മുമ്പിൽ അവന് വരാൻ കഴിയും. आपके सामने भी वो आ सकता है. ഈ വചനത്തിന്റെ കൂടെ കഴിഞ്ഞ ആഴ്ച നീ ചെലവിട്ടോ? इस वचन के साथ आपने क्या पिछले हफ्ते समय बिताए? ഇല്ലെങ്കിൽ നിനക്കത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. नहीं तो आपने उस मुठभेड़ को खो दिया है. നിനക്ക് ഈ
കൂട്ടിമുട്ടൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചില വർഷങ്ങൾ നഷ്ടപ്പെട്ടതിന് തുല്യമാണ്. अगर इस हफ्ते आपने इस मुठभेड़ को खो दिया है तो आपने कुछ सालों को खो दिया है. ഞാൻ പറയും, കൂട്ടിമുട്ടൽ നീ നഷ്ടപ്പെടുത്തിയെങ്കിൽ ദൈവത്തിൻ്റെ കൂടെയുള്ള നിയർനെസ്, ദൈവവുമായിട്ട് അടുത്തിരിക്കുന്നത് നിനക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറയും. अगर आपने इस मुठभेड़ को खो दिया है तो मैं कहूंगा आपको परमेश्वर के करीब रहना ये बात पसंद नहीं है. കാരണം കർത്താവിനെ ഒരു അകലം വിട്ട് മാത്രം പിൻപറ്റണമെന്നാണ് നിന്റെ ആഗ്രഹം. क्योंकि आप यही चाहते हो कि कुछ दूरी से ही मैं परमेश्वर के पीछे हो लूं. കർത്താവ് ഈ വർഷം നമുക്ക് പുനഃസ്ഥാപനം, റിസ്റ്റോറേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമുക്ക് തന്നത് നിന്റെ കൂടെ അകലം വിട്ട് നടക്കാനല്ല. परमेश्वर ने ये पुनर्स्थापन, ये थीम हमको इसलिए दिया, ऐसा नहीं क्योंकि परमेश्वर चाहता था कि वो आपके साथ दूर से चले. ഒന്നുകൂടെ ഞാൻ പറയുന്നു, और एक बार मैं कहता हूँ, ഒത്തിരി അകലത്തിൽ എന്ന് പറഞ്ഞാൽ നീയും ദൈവവും തമ്മിൽ ഒരു ഗ്യാപ്പിൽ നടക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. परमेश्वर ऐसा कभी नहीं चाहता कि आपके और परमेश्वर के बीच में दूरी हो और उस तरीके से आपका सफर आगे बढ़े. കാരണം കർത്താവ് ആഗ്രഹിക്കുന്നു നിന്റെ കൂടെ ചേർന്ന് നടക്കാൻ. परमेश्वर ये चाहता है कि वो आपके साथ और करीब से चले. എമ്മോസിലേക്ക് പോയ ശിഷ്യന്മാർ കർത്താവിൽ നിന്നകന്നാ സഞ്ചരിച്ച്. चेले जो एम्मोस की और सफर कर रहे थे वो परमेश्वर से दूर होकर सफर कर रहे थे. കാരണം കർത്താവ് പറഞ്ഞായിരുന്നു യെരുശലേം വിട്ടു പോകരുതെന്ന്. क्योंकि परमेश्वर ने उनको कहा था कि तुम यरूशलेम से निकल नहीं जाना. അപ്പൊ ദൈവ ശബ്ദത്തെ വിട്ടാണ് അവർ സഞ്ചരിച്ചത്. तो वो परमेश्वर के वाणी से दूर होकर सफर कर रहे थे. പക്ഷെ കർത്താവ് എന്താ എടുത്തു? पर परमेश्वर ने क्या അവരോട് किया? ചേർന്ന് നടന്നു. परमेश्वर उनके साथ चलने लगा. നിനക്ക് ഈ റിസ്റ്റോറേഷൻ എന്ന് പറയുന്ന, ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്ന നിന്നോട് ചേർന്ന് നടക്കാൻ വേണ്ടിയിട്ടാ. और परमेश्वर ने आपको ये पुनर्स्थापना, ये विषय इसलिए दिया क्योंकि परमेश्वर आपके साथ और करीब रहकर चलना चाहता है. അതിന് ദൈവം നിനക്ക് തന്ന, അവൻ നിന്നോട് കൂടുതൽ അടുക്കുന്നു എന്ന് നിനക്ക് ഉറപ്പ് തരാൻ വേണ്ടി ദൈവം തന്ന ഒരു വലിയ ഇൻഫർമേഷൻ ആയിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചത്തെ നിന്റെ കൂട്ടിമുട്ടൽ എന്ന് പറയുന്ന അവന്റെ വാഗ്ദത്തം. और वो वाणी को पूर्तिकरण में लाने के लिए परमेश्वर ने आपको पिछला हफ्ते बहुत ही एक मुख्य जो है निर्देश और जो है समाचार आपको ये दिया कि परमेश्वर आपके साथ मुठभेड़ करना चाहता है. നിങ്ങൾ നോക്കിക്കേ, आप देखिए, ഹോരേബിൽ होरेब ഒരു पर കൂട്ടിമുട്ടൽ മോശയുമായിട്ട് ദൈവം നടത്തി. परमेश्वर मूसा के साथ एक मुठभेड़ कर रहा है. ആ മോശയുടെ കൂടെ 40 വർഷം ചേർന്ന് നടന്നു ദൈവം. और उस मूसा के साथ परमेश्वर 40 साल करीब से और साथ में चला. ഈ 40 വർഷം ചേർന്ന് നടക്കുന്നതിന് തൊട്ടു മുമ്പ് അവന് കൊടുത്ത ഇൻഡ്യൂഷൻ ആയിരുന്നു, അവന് കൊടുത്ത ഇൻഫർമേഷൻ ആയിരുന്നു, അവന് കൊടുത്ത തെളിവായിരുന്നു, അവന് കൊടുത്ത കൂട്ടിമുട്ടൽ. और ये 40 साल उसके एक साथ चलने के पहले परमेश्वर ने उसको ये खबर दी थी, परमेश्वर ने उसको ये साबित करके दिया था और वो सबूत है उसका मुठभेड़. ഇത് തന്നെയല്ലേ പൗലോസിനോട് ചോദിച്ചാലും? और पौलुस से अगर आप पूछे तो वो भी यही कहेगा. ദമസ്കോസിൽ ഒരു കൂട്ടിമുട്ടൽ കൊടുത്തു. दमस्कोस में एक मुठभेड़ उसको दान दी. ഒരായുസ് മുഴുവനും ദൈവം അവന്റെ കൂടെ. और एक उसके जिंदगी भर तक परमेश्वर उसके साथ चला. അവൻ കണ്ണടച്ചാൽ ദർശനത്തിൽ അവൻ ഇറങ്ങി വരും. अगर उसने आंखें बंद किए तो परमेश्वर दर्शन में उतर आते हैं. അവൻ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ അവനെ കൊണ്ട് സ്വർഗം വരെ പോകും. और जब वो इस धरती पर है तभी परमेश्वर उसको स्वर्गीय स्तरों पर ले जाता है. അവനായിരിക്കുന്ന കാരാഗ്രഹം വേണമെങ്കിൽ സ്വർഗസ്ഥലം പോലാക്കും. और पौलुस जिस बंदी गृह में है उस जगह को भी परमेश्वर स्वर्ग के समान बना देता है. ദൈവവും അവനും തമ്മിലുള്ള ആ അടുപ്പം ഓർത്തേ. तो उसका और परमेश्वर के बीच का उस रिश्ते और करीबी को आप ध्यान ദൈവം दीजिए. എത്രത്തോളം അവനോട് അടുത്തായിരിക്കുന്നു. परमेश्वर उससे कितना करीब रहता है. അതിന് തൊട്ടു മുമ്പിൽ അവന് കിട്ടിയ സൈൻ എന്താ? दमस्कोसिले കൂട്ടിമുട്ടൽ. और ये सब होने के पहले परमेश्वर ने उसको क्या चिन्ह दिया था? वो चिन्ह था दमस्कोस का मुठभेड़. അങ്ങനെയെങ്കിൽ वैसा है तो ഈ വർഷം ദൈവം നിനക്കൊരുക്കുന്ന റെസ്റ്റോറേഷനുകൾക്ക് ദൈവം ഒരു ഉറപ്പായി തന്ന ഒരു വാഗ്ദത്തമായിരുന്നു കഴിഞ്ഞ ആഴ്ചത്തെ കൂട്ടിമുട്ടൽ.
तो आपके अगले महीनों में जो पुनर्स्थापना प्रकट होने वाली है, उस बात का सबूत के रूप में और चिन्ह के रूप में आपको परमेश्वर ने पिछले हफ्ते मुठभेड़ ये वाणी दी थी। ഈ ദൂത് കേൾക്കുമ്പോൾ आज सुबह जब आप इस वाणी को सुन रहे हो, ആരെങ്കിലും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്നെങ്കിൽ अगर कोई दुखित होकर प्रार्थना कर रहे हैं, കർത്താവേ എനിക്കത് നഷ്ടപ്പെടാൻ പാടില്ല, परमेश्वर मुझे वो मुठभेड़ नष्ट ना हो जाए ഒരു ചാൻസ് കൂടെ എനിക്ക് താ, और एक मौका मुझे दीजिए। ഈ ആഴ്ച നീ പ്രാർത്ഥിക്കുന്നെങ്കിൽ ये हफ्ता आज अगर ये आप प्रार्थना करते हो, എനിക്കറിയത്തില്ല, എന്നോട് ദൈവാത്മാവ് പറയാൻ പറയുന്നു, मुझे पता नहीं पर पवित्र आत्मा मुझे ये कह रहा നിനക്ക് है, വേണ്ടി ഒരു അവസരം അവൻ ഒരുക്കുകയാണ്, आपके लिए और एक मौका परमेश्वर तैयार कर നിനക്ക് रहा വേണ്ടി है, ഒരു അവസരം. आपके लिए ये मौका है। എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ ദൂത് മനസ്സിലാവും? कितने लोग इस वाणी को ग्रहण कर पा रहे हैं? ഈ വർഷം ദൈവം നിനക്ക് തരുന്ന ഓഫർ, ये साल परमेश्वर आपको ये ऑफर दे रहा है। നിന്നോട് പറഞ്ഞു ഇത് റീസ്റ്റോറേഷന്റെ വർഷമാണ്. परमेश्वर ने आपसे ये नबूवत की कि ये पुनर्स्थापना का साल है। റീസ്റ്റോറേഷൻ കൊണ്ട് നിനക്ക് കിട്ടാൻ പോകുന്നതിന്റെ അവകാശം, पुनर्स्थापना के द्वारा आपको जो विरासत मिलने वाली है, ദൈവം നീയും തമ്മിൽ അടുത്തു വസിക്കാനുള്ള ഒരു അവസരം തരികയാണ്. और उसके लिए परमेश्वर आपके साथ करीब रहने का उस मौके को आपको दान में दे रहा है। ദൈവം തന്ന ഇൻഫർമേഷൻ നിങ്ങൾക്ക് തന്ന് ഞാൻ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर ने कुछ जानकारी आपसे बांटने के लिए दी है, वो देकर मैं आगे वचन में बढ़ना चाहता हूँ। എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस वाणी को ग्रहण कर पा रहे हैं? ദൈവം നമ്മളോട് ആഴ്ചകളായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവവചനത്തിലേക്ക് ഞാൻ തിരിച്ചു വരുവാൻ ആഗ്രഹിക്കുന്നു. और परमेश्वर इन हफ्तों में हमसे जिस वचन में से बातें कर रहा है उसके और मैं आना चाहता हूँ। റീസ്റ്റോറേഷൻ ആണല്ലോ ദൈവം നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. परमेश्वर हमारे साथ पुनर्स्थापना के बारे में बातें कर रहा है। നമ്മളെ ആധികാരികമായി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭൂമിക്ക് നടന്നുകൊണ്ടിരുന്ന റീസ്റ്റോറേഷൻ, और हम जो है धरती पर जो पुनर्स्थापना हुई और धरती को जो पुनर्स्थापना आई है उसके बारे में हम सीख रहे हैं। അവത്തിൽ ദൈവം സൃഷ്ടിച്ച ഭൂമി, ദൈവം സൃഷ്ടിച്ച ആകാശം, ദൈവം ആദ്യം അത് പ്രസന്റ് ചെയ്തത് ദൂതന് വേണ്ടിയിട്ടാണ്. परमेश्वर ने जो धरती और आकाश का निर्माण किया था, परमेश्वर ने वो पहले स्वर्गदूत के लिए रचा गया था। ആരെങ്കിലും പുതുതായി ഈ മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻഫർമേഷനും കൂടെ വേണ്ടിയാണ് ഇത് ഒന്ന് തുടങ്ങി ദൂതിലോട്ട് കയറുന്നത്. ये मैं फिर से इसलिए दोहरा रहा हूँ क्योंकि अगर पहले बार कोई हमारे साथ जुड़ रहे हैं तो उनको ये बातें बहुत जो है उपयोग करेगा। ആ ഭൂമി ദൈവം എത്ര മനോഹരമായി സൃഷ്ടിച്ചിട്ടാണ് ദൂതന് കൊടുത്തത്. परमेश्वर ने उस धरती को बहुत सुंदर रूप से निर्माण किया और फिर स्वर्गदूत के हाथों में सौंपा, അതിനകത്തൊരു ഏദനുണ്ടാക്കി, और उस धरती में एक एदन वाटिका ആ बनाई ഏദനിൽ ദൂതനെ ആക്കി. और उस एदन में स्वर्गदूत को रखा। അതൊക്കെ നമ്മൾ എഹെസ്കേലിന്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ചതാ. वो सब हमने एसेकिएल के पुस्तक में से सीखा है। അവിടെ ദൈവത്തിന് കീഴടങ്ങി ദൂതൻ ഇരിക്കുന്നു. और वहां पर स्वर्गदूत परमेश्वर के अधीन रहता है സകലരെക്കാളും ശ്രേഷ്ഠത കൊടുത്ത് ഈ ദൂതനെ ആക്കിയിരിക്കുന്നു. और सभी लोगों से श्रेष्ठ बनाकर परमेश्वर ने स्वर्गदूत അവിടെ को वहां पर അവൻ रखा। നീതിയുള്ളവനായിട്ട് വസിക്കുന്നു. वहां पर वो धर्मी बनकर रुका है। എന്നോ പദവിയിൽ അവൻ, कितने अच्छे स्तर पे है वो, പക്ഷെ അവിടെ ആയിരിക്കുമ്പോൾ पर वो അവൻ ദൈവത്തിന് കീഴടങ്ങിയിരിക്കേണ്ടതിന് പകരം ദൈവത്തിന് കീഴടങ്ങാതെ അവൻ ദൈവിക സ്ഥലങ്ങളിലേക്ക് തന്നെ തന്നെ നിഗളത്തോടെ കയറാൻ ശ്രമിക്കുന്നു. और उसी स्तर में वो जैसे परमेश्वर के सामने अधीन रहना चाहिए, अधीन रहे बिना या समर्पित रहे बिना वो परमेश्वर के स्तरों में जो है प्रवेश करने की इच्छा में घमंड से भर जाता है। എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പദവികൾ പിടിച്ചടക്കാൻ നിഗളത്തിലൂടെ കയറാൻ ശ്രമിക്കുന്നു. परमेश्वर के स्तरों में वो घमंड के कारण वो प्रवेश करना चाहता है। നമ്മുടെ സബ്ജക്റ്റ് അതല്ലാതെ കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല. वो हमारा विषय वो नहीं है, इसके लिए उसके बारे में प्रचार नहीं कर रहा। ദൈവം എന്തെടുത്തു? അവനെ വെട്ടിക്കളഞ്ഞു. परमेश्वर ने उसको वहां से निकाल दिया। എന്ന് പറഞ്ഞാൽ റീസ്റ്റോറേഷൻ അവനില്ല. तो परमेश्वर ने उसके लिए पुनर्स्थापना नहीं रखी है। പക്ഷെ അവനെ ദൈവം പാർപ്പിച്ച ഭൂമിക്ക് ദൈവം റീസ്റ്റോറേഷൻ കൊടുക്കുന്നു. पर परमेश्वर ने उसको जिस धरती पर रखा था उस धरती को पुनर्स्थापित किया। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब കുശവനായ ദൈവത്തിന്, परमेश्वर जो कुंभार है, സൃഷ്ടിതാവായ ദൈവത്തിന്, परमेश्वर जो सृष्टि करता है, അവനെന്ന് പറഞ്ഞ സൃഷ്ടിയേക്കാൾ वो जो सृष्टि है उसके पार, എന്ന് പറഞ്ഞാൽ
വെട്ടേറ്റപ്പെട്ട ആ ദൂതനേക്കാൾ तो ये स्वर्गदूत जो वहां से बाहर निकाला गया था उससे अधिक ശ്രേഷ്ഠമായതൊന്ന് അവ ഈ കുശവന്റെ അകത്തിരിപ്പുണ്ട്. और उससे अधिक श्रेष्ठ एक रूप इस कुंभार के मन में है. അതാണ് യെരമ്യാവ് എഴുതിയപ്പോ പറയുന്നത്. और जब यिर्मयाह ने इसके बारे में लिखा हुआ ऐसा कहता है, കുശവൻ കളിമണ്ണ് എടുത്തു, और कुंभार जो है उस मिट्टी को उसने हाथों में लिया, ഒരു പാത്രം ഉണ്ടാക്കി. उसने एक पात्र को बनाया, ആ പാത്രം കുശവന്റെ ഇഷ്ടമുള്ളതായില്ല. और वो पात्र जो है कुंभार को वो पसंद नहीं आया. അതുകൊണ്ട് അതിനെ ഉടച്ചു. इसके लिए उसने कुंभार ने उसे तोड़ दिया. വീണ്ടും കുശവന് ഇഷ്ടമുള്ള ഒരു പാത്രം ഉണ്ടാക്കിയെന്നല്ല, और ऐसा नहीं लिखा है कि कुंभार को पसंद आया ऐसा एक पात्र बनाया, പകരം കുശവന്റെ മനസ്സിനകത്തെ പാത്രം ഉണ്ടാക്കി. पर कुंभार के मन के अंदर का एक पात्र को वहां पर बनाया. ഇതാണ് ഈ ഉൽപ്പത്തിയിലെ കാണുന്നത്. और उत्पत्ति में भी हम यही देखते हैं. അപ്പൊ അതിന്റെ അർത്ഥം इसका मतलब ദൂതനെ വെട്ടിയാൽ, स्वर्गदूत को अगर निकाल दिया, അവിടുന്ന് ദൂതനെ നീക്കം ചെയ്താൽ, स्वर्गदूत को अगर वहां से हटा दिया, അവിടെ വെക്കാൻ ദൈവത്തിന് ശ്രേഷ്ഠമായതൊന്ന് ദൈവത്തിന്റെ ഹൃദയത്തിൽ അനാദികാലത്തിന് മുമ്പേ ഉണ്ട്. उसका मतलब अनंत कालों के पहले ही उसको हटाकर भी उससे भी श्रेष्ठ एक बात को वहां पर पुनर्स्थापित करने के लिए परमेश्वर के मन में एक बात है. അതാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠരായി ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. इसके लिए परमेश्वर ने हमको स्वर्गदूतों से भी श्रेष्ठ बनाकर निर्माण किया. ദൂതനില്ലാത്ത പദവി തരാൻ, स्वर्गदूत को जो स्तर नहीं था वो हमको दिया. ദൂതനില്ലാത്ത അവകാശം തരാൻ, स्वर्गदूत को जो विरासत नहीं है वो हमको दिया. ദൂതന് പ്രാപിക്കാൻ കഴിയാത്തതെല്ലാം പ്രാപിക്കാൻ, स्वर्गदूत जो प्राप्त नहीं कर सकता वो सब हम प्राप्त करें. ദൂതന് കയറി ചെല്ലാൻ പറ്റാത്ത ഇടങ്ങളിൽ കയറി ചെല്ലാൻ, स्वर्गदूत जिन जगहों पर नहीं जा सकता वहां पर हम जा सके. ദൂതന് പാർക്കാൻ കഴിയാത്തടത്ത് പാർക്കാൻ, और स्वर्गदूत जहां पर नहीं रह सकता वहां पर हम रह सके. ദൂതനില്ലാത്ത മണിയറയുടെ അവകാശിയാകാൻ, और स्वर्गदूत को जो है दुल्हे के साथ जो कमरा है जो उसको नहीं मिल पाया हम उसको प्राप्त कर पाए. ഓ എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? हालेलुया. कितने लोग इस बात को അങ്ങനെ समझ रहे പദവി हैं? ലഭിച്ചവരാണ്. वैसा एक स्तर को हमने प्राप्त किया. അതുകൊണ്ട് ദൈവം എന്തോ എടുത്തു? इसके लिए परमेश्वर ने क्या किया? ദൂതനെ വെട്ടിക്കളഞ്ഞു. स्वर्गदूत को निकाल दिया. അവൻ എന്തോ ഇല്ല, और उसको क्या नहीं है? റെസ്റ്റോറേഷൻ ഇല്ല. उसको पुनर्स्थापना नहीं है. പകരം बदले में അവൻ പാർത്ത ഭൂമിക്ക് റെസ്റ്റോറേഷൻ കൊടുത്തു. वो जिस धरती में रहता था उस धरती को पुनर्स्थापना है. അതിനെക്കുറിച്ച് നമ്മൾ ശുശ്രൂഷിച്ചത് കൊണ്ട് ഞാൻ ആ ഭാഗങ്ങളിലോട്ട് വരുന്നില്ല. उसके बारे में हमने सेवकाई की है, इसके लिए मैं और उसके बारे में प्रचार नहीं करना चाहता. ദൂതനെ മാറ്റിയ ഭൂമിയിൽ ദൈവം വലിയ വ്യത്യാസങ്ങൾ വരുത്തി. जिस धरती से स्वर्गदूत को परमेश्वर ने निकाल दिया उस धरती में बहुत बदलावटें परमेश्वर ने लाई. കാരണം നമ്മൾ അവിടെ നോക്കും, വെളിച്ചങ്ങളെ വാഴാനാക്കി, वहां पर जो है ज्योतियों को प्रभुता के लिए रखा, ഇരുട്ടിനെയും പകലിനെയും വേർതിരിക്കുന്ന അധികാരം കൊടുത്തു, रात और सुबह को जो है अलग करने का अधिकार उनको दिया. മഴ അന്ന് അവിടെ ഇല്ലായിരുന്നു, बारिश वहां पर नहीं थी, മനുഷ്യനെ കൊണ്ടുവന്നിട്ട് മഴ കൊണ്ടുവരുന്നു, मनुष्य को सृष्टि करके वहां पर बारिश को लाया. എന്നിട്ട് അതുവരെ ഇല്ലാതിരുന്ന ഒരു ഏദൻ ഉണ്ടാക്കുന്നു. और तभी तक नहीं था वैसा एक एदन वाटिका बनाया. ദൂതനിരുന്ന ഒരു ഏദനുണ്ട്, स्वर्गदूत के लिए एक एदन था അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു ഏദൻ. और उससे भी बहुत अलग एक एदन वाटिका. മനുഷ്യൻ നിമിത്തം അവിടെ ചിലത് മുളയ്ക്കുന്നു. और मनुष्य के कारण वहां पर कुछ जो है उगाया जा रहा അപ്പൊ है. അതിന്റെ അർത്ഥം उसका मतलब ഭൂമിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ദൈവം ദൃഢമാക്കുക. धरती और मनुष्य के बीच के रिश्ते को परमेश्वर दृढ़ कर रहा है. കാരണം മനുഷ്യന് മുളപ്പിക്കാൻ പറ്റുന്ന ഒരു ഭൂമി, क्योंकि मनुष्य जो है कुछ बातों को उगा सकता है वैसा एक धरती बनाया. മനുഷ്യന് പ്രോസ്പർ ആക്കാൻ പറ്റുന്ന ഒരു ഭൂമി, और जो है मनुष्य विशालता प्राप्त कर सकता है वैसा एक धरती. മനുഷ്യന് 100 മേനി വിളയിക്കാൻ പറ്റുന്ന ഒരു ഭൂമി, और मनुष्य 100 गुना जो है फल जो है उपजा सकेगा वैसा एक धरती. മനുഷ്യന് രൂപമാറ്റം വരുത്താൻ പറ്റുന്ന ഒരു ഭൂമി, और मनुष्य जो है रूप को बदल सकता है वैसा एक धरती बनाया. മനുഷ്യന് പുതിയതിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭൂമി, नए बातों को उत्पन्न कर सके वैसा एक धरती मनुष्य को बना അങ്ങനെ कर ഒരു दिया. ഭൂമിയെ ദൈവം റീസ്റ്റോർ ചെയ്ത് പുറത്തെടുക്കും. और उस तरीके के एक धरती को परमेश्वर ने पुनर्स्थापना करके बाहर അപ്പൊ റീസ്റ്റോറേഷനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന്. तो पुनर्स्थापना के अंदर बहुत सारे बदलावटें प्रकट എന്ന് होंगे. പറഞ്ഞാൽ പഴയതിങ്ങ തിരിച്ചു കൊണ്ടുവരികയല്ല, उसका मतलब पुराने बातों को फिर से लाएंगे ऐसा नहीं. പഴയതിനകത്ത് പുതുക്കത്തെ വെച്ച് തിരിച്ചു കൊണ്ടുവരിക. पुराने बातों में नएपन को रखकर उसका पुनर्स्थापना किया जाएगा. എന്നിട്ട് ആ ഭൂമിക്ക് മുഴുവനും ഉള്ള അധികാരം, ആ ഭൂമിയുടെ മേലുള്ള മുഴുവൻ
മുഴുവൻ കൺട്രോൾ ദൈവം എടുത്ത് ഈ മനുഷ്യന് കൊടുക്കുന്നു. और उस भूमि के ऊपर, धरती के ऊपर सारा अधिकार और नियंत्रण परमेश्वर ने उस मनुष्य के हाथों में दिया. എനിക്ക് ദൈവത്തെ ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയാം. परमेश्वर से मुझे बहुत प्रेम आया, उसका एक भाग में आपसे ദൂതൻ बताऊं. ആഗ്രഹിച്ചത് ദൈവത്തെ പോലാകാൻ. स्वर्गदूत ने चाहा कि वो परमेश्वर के जैसे बन पाए. ശ്രദ്ധിക്കണം അത്. ध्यान दीजिए, ദൂതൻ ആഗ്രഹിച്ചത് ദൈവത്തിന്റെ സ്റ്റാറ്റസിൽ വരാൻ. स्वर्गदूत ये चाहता था कि वो परमेश्वर के उस औहदे तक पहुंच पाए. പക്ഷെ ദൈവം എന്താ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ ചെയ്തെന്നറിയോ? पर मनुष्य को सृष्टि करते समय परमेश्वर ने क्या किया? ദൈവത്തിന്റെ സ്വരൂപം കൊടുത്തവനെ സൃഷ്ടിച്ചു. परमेश्वर ने अपने स्वरूप को उसको दिया और उसका सृष्टि किया. അപ്പം ഈ പറയുന്ന വെട്ടേറ്റപ്പെട്ട പിശാചിന് പോലും അസൂയ ഉണ്ടാകുന്ന രീതിയിൽ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. उसका मतलब इस स्वर्गदूत जो धरती से निकाला गया था, उसके अंदर जो है जेलसी उत्पन्न हो पाए, वैसा परमेश्वर ने मनुष्य का सृष्टि किया. ഞാൻ പറയുന്ന ദൂത് മനസ്സിലാവുന്നു? क्या आप समझ रहे हो इस वाणी को? കാരണം വെട്ടേറ്റപ്പെട്ട ദൂതൻ അല്ലെങ്കിൽ സാത്താൻ, क्योंकि ये स्वर्गदूत जो वहां से निकाला गया था, या शैतान, സ്വർഗത്തിൽ ആഗ്രഹിച്ചതൊന്നും അവന് കിട്ടിയില്ല. स्वर्ग में जो उसने चाहत रखी थी वो कुछ वो पा नहीं पाया. പക്ഷെ മനുഷ്യന് ദൈവം കൊടുക്കുമ്പോ पर जब परमेश्वर ने मनुष्य को उन चीजों को दिया, സ്വർഗീയമായത് പലതും കൊടുത്തവനെ ആക്കുന്നു. स्वर्गीय बातों को उसको देकर वहां पर स्थापित किया. ദൈവത്വം കൊടുക്കുന്നു, उसको दिव्यता दी, ദൈവ രൂപം കൊടുക്കുന്നു, परमेश्वर का स्वरूप दिया, ദൈവത്തിന്റെ ശ്വാസം കൊടുക്കുന്നു, परमेश्वर के श्वास को दिया, ആത്മാവിനെ കൊടുക്കുന്നു, पवित्र आत्मा को दिया, ദൈവത്തിന്റെ അധികാരങ്ങൾ കൊടുക്കുന്നു, परमेश्वर के अधिकार को दिया, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ കൊടുക്കുന്നു, परमेश्वर के वायदों को दिया, ദൈവത്തിന്റെ അവകാശങ്ങൾ കൊടുക്കുന്നു. परमेश्वर के विरासतों को എന്ന് दिया. പറഞ്ഞാൽ സ്വർഗവുമായിട്ട് കണക്റ്റഡ് ആയ ഒരു മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിക്കുന്നത്. स्वर्ग के साथ रिश्ता बनाए रखने वाला एक मनुष्य को परमेश्वर ने सृष्टि किया. അപ്പൊ ഈ ഭൂമി तो ये धरती ദൈവം ആർക്കാ കൊടുത്തേ? परमेश्वर ने किसको सौंपा? ദൈവരാജ്യവുമായി സ്വർഗവുമായി ഏറ്റവും കണക്റ്റായി നിൽക്കുന്നവന് ഏറ്റവും കരുത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ഭൂമിയായിട്ടാണ് ഈ ഭൂമി കൊടുക്കുന്നത്. जो व्यक्ति स्वर्ग के राज्य के साथ और स्वर्ग के साथ दृढ़ रिश्ता बनाए रखा है और जो सामर्थ्य रूप से यहाँ पर अधिकार कर सकता है, उस व्यक्ति को परमेश्वर ने यह धरती सौंपा था. എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞ പിടികിട്ടിയിട്ടുണ്ട്? मैंने जो कहा कितने लोग समझ पाए हैं? ഇത് ഇന്നും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാര്യമാണ്. आज भी आपको इस बातों का जो है आपके व्यक्तिगत जीवन में इसका उपयोग करना है. ബൈബിള് പറയുന്നു परमेश्वर का ഈ वचन ലോകം कहता है, നിനക്ക് അനുകൂലമല്ല. ये धरती आपको अनुकूल नहीं है. ഇത് മുഴുവനും നിന്നെ തകർക്കുന്ന, നിന്നെ ചതിക്കുന്ന, നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നടക്കുന്നത്. ये दुनिया जो है आपका नाश करने का, आपको धोखा देने का उस संविधान से भरी हुई है. പക്ഷേ ദൈവം നിനക്ക് തരുന്ന ഒരു ഗ്യാരണ്ടി, पर परमेश्वर आपको एक यकीन देता है, ദൈവരാജ്യവുമായിട്ട് കൂടുതൽ കണക്ഷൻ ഉള്ള വ്യക്തിയായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ, परमेश्वर के राज्य के साथ गहरा रिश्ता बनाने वाला व्यक्ति आप बनकर रहते हो, तो ദൈവം നിനക്ക് തന്ന ദൈവിക രൂപവുമായിട്ട് സാമ്യമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ, परमेश्वर ने जो आपको स्वरूप दिया है उसके साथ अगर आप समानता में बने रहते हो, ദൈവം നിനക്ക് തന്ന അധികാരങ്ങൾ, അവകാശങ്ങൾ, വാഗ്ദത്തങ്ങളുടെ അകത്താണ് നീ വസിക്കുന്നതെങ്കിൽ, परमेश्वर ने जो अधिकार और विरासत और वायदा आपको दिया है उसके अंदर अगर आप रहते हो, ഈ ഭൂമി നിനക്ക് അനുഗ്രഹമായിരിക്കും. ये धरती आपके लिए आशीषित रहेगी. ഈ ഭൂമി നിനക്ക് 100 മേനി തരും. ये धरती आपको 100 गुना जो है फल ഈ देगा. ഭൂമി നിനക്ക് ആരോഗ്യം തരും. ये धरती आपको आरोग्य ഈ देगी. ഭൂമി നിനക്ക് നന്മ പൊഴിക്കും. ये धरती आपको आशीषें देगी. 100 കണക്കിന് വാക്യങ്ങൾ ഈ ബൈബിളിലുണ്ട്. और वचन में उसका 100 जो है सबूत देने वाले वचन है इसके. അപ്പൊ അതിന്റെ മറുവശം, उसका दूसरा भाग, എന്തുകൊണ്ടാ ഈ ഭൂമി നിനക്ക് കുഴപ്പമുള്ളതായി തോന്നുന്നത്? ये दुनिया आपको अभी खराब क्यों लग നീ रही है? പാർക്കുന്നിടത്ത് നിനക്ക് വലിയ വെല്ലുവിളിയുള്ളടമായി और आप जहाँ पर रहते हैं वहाँ पे चेतावनी आपको क्यों പലതും है? നിനക്ക് അനുകൂലമല്ല നിനക്ക് തോന്നുന്നു. बहुत चीजें आपको अनुकूल नहीं है, ऐसा क्यों നീയും लगता है? ദൈവവും ദൈവരാജ്യവും തമ്മിലുള്ള കണക്ഷന്റെ കുഴപ്പമാണ്. क्योंकि आपका परमेश्वर के राज्य के साथ और परमेश्वर के साथ का रिश्ता में जो है दूरी है, वो है उसका कारण. പൗലോസിനോട് ചോദിച്ചാൽ പറയും പാർക്കുന്നത് കാരാഗ്രഹമാണെങ്കിലും पौलुस को अगर पूछे तो वो कहेगा मैं रह रहा हूँ बंदी गृह में. കേൾവിക്കാരായ നിങ്ങൾക്ക് അത് കാരാഗ്രഹം.
सुनने वाले आप लोगों के लिए ये बंदी गृह അത് है ബന്ധിക്കപ്പെട്ട സ്ഥലമായി നിങ്ങൾക്കാ തോന്നുന്നത്. और आपको लगता है कि ये बंदुआई का जगह है, എനിക്കത് ദർശന സ്ഥലമാണ്, पर ये मेरे लिए दर्शन का स्थान എനിക്കത് है, ആരാധനാ സ്ഥലമാണ്, ये मेरे लिए आराधनालय है, എനിക്കത് ദൈവത്തോട് കൂടെ വസിക്കാൻ പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. पर ये जगह जो है परमेश्वर के साथ निवास करने का मेरा बहुत अच्छा समय है. പത്മോസിനെ നോക്കിട്ട് യോഹന്നാൻ പറയുന്നു, वो पतमोस को देखकर यूहन्ना कहता है ഇതെന്റെ ആത്മവിശുദ്ധിയുടെ സ്ഥലമാണ്, ये मेरे आत्मा में बह जाने वाली जगह है ഇതെന്റെ ദർശനങ്ങളുടെ മേലുള്ള ദർശനങ്ങളുടെ സ്ഥലമാണ്. और दर्शनों के ऊपर दर्शनों को प्राप्त करने वाला जगह है ये मेरे ലോകത്തിൽ लिए. ആരും ഇതുവരെ കേൾക്കാത്തതും പ്രാപിക്കാത്തതുമായ വെളിപ്പാട് സ്വർഗത്തിൽ നിന്ന് ഞാൻ നേരിട്ട് പ്രാപിക്കുന്ന സ്ഥലമാണ്. और अभी तक दुनिया ने नहीं सुना है या नहीं देखा है वैसे प्रकटीकरण को मैं प्राप्त करने वाला जगह है ये. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस बात को समझ रहे പൗലോസിനോട് हैं? ചോദിച്ച പറയും ദമസ്കോസ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. पौलुस कहेगा कि दमस्कुस मेरे लिए बहुत मुख्य जगह है. പലരും കണ്ണുപൊട്ടരായ സ്ഥലമാണ്, बहुत लोग यहाँ पर अंधे बनाए गए थे, പക്ഷെ എന്റെ കണ്ണ് തുറന്ന സ്ഥലമാണ്. पर ये वो जगह है जहाँ पर मेरा जो है मेरा आँख खुल गया था. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग इस बात को समझ रहे हैं? അപ്പൊ ഇവിടെ നിങ്ങൾ നോക്ക, तो यहाँ पर आप देखिए ദൈവം എന്തോ ചെയ്തേക്കുന്നത്. परमेश्वर क्या कर रहा है. ദൈവം ഈ ഭൂമിയെ परमेश्वर इस धरती को ദൈവരാജ്യവുമായിട്ട് ഏറ്റവും കൂടുതൽ ഇണങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യന്റെ കയ്യിലോട്ട് ഏൽപ്പിച്ചു. परमेश्वर के राज्य के साथ समानता रखने वाला एक व्यक्ति के हाथों में ये सौंपा. ഇത് കാണുന്ന സാത്താന്, വെട്ടറ്റപ്പെട്ട ദൂതന് അസൂയ വരും. ആ രീതിയിൽ ദൈവം സൃഷ്ടിച്ചാക്കി. और ये बातों को वो स्वर्गदूत जो निकाला गया था वो जब देखता है उसके हृदय में ईर्ष्या पैदा होती है. അതുകൊണ്ടാണ് നിങ്ങൾ നോക്ക്, इसलिए आप देखिए പാമ്പിന്റെ വേഷത്തിൽ പിശാച് വേറെങ്ങും പോയില്ല, ഒരു സൃഷ്ടിയുടെ അടുക്കലും പോയില്ല, മനുഷ്യന്റെ അടുക്കൽ തന്നെ വന്നു. सांप का रूप धारण कर कर शैतान किसी और सृष्टि के पास नहीं गया पर वो मनुष्य के पास ही आया. കാരണം എന്താ? അവൻ കൊതിച്ചത് പലതും ഇപ്പം മനുഷ്യന്റെ അവകാശമാണ്. उसका कारण क्या है? उसने जिस बात की चाहत रखी थी वो सब अभी इस मनुष्य के हाथों ഞാൻ में. ഒരു കാര്യം ഉറപ്പ് പറയാം, और एक बात मैं यकीन से कहता हूं, പിശാച് ആഗ്രഹിച്ചത് പലതും, शैतान ने जिस बातों की भी चाह रखी थी, പിശാച് കൊതിച്ചിട്ട് കിട്ടാഞ്ഞത് പലതും, शैतान ने जिन बातों की भी इच्छा रखी थी वो जिन बातों को प्राप्त नहीं कर पाए. ദൈവരാജ്യത്തിൽ നിന്ന് എന്തൊക്കെ അവൻ പ്രതീക്ഷിച്ചോ ആ പ്രതീക്ഷിച്ചത് ഒന്നും അവന് ലഭിച്ചില്ല. परमेश्वर के राज्य से जो भी उसने चाहा वो सब वो कभी प्राप्त नहीं कर पाया. അവൻ ആഗ്രഹിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായത് ദൈവം നിനക്ക് തന്നിട്ടുണ്ട്. അതാണ് അവന് സഹിക്കാൻ പറ്റാത്തത്. और उससे भी श्रेष्ठ बातें परमेश्वर ने आपको सौंपी है और वो बातें वो सहन नहीं कर पाता. അതുകൊണ്ട് യേശു കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, इसके लिए परमेश्वर जो है स्वर्ग में जाने से पहले यीशु ने ऐसे कहा. പിതാവായ ദൈവം പറയുക, पिता परमेश्वर कहता है പുത്രനോടുകൂടെ पुत्र के साथ ഞാൻ സകലത് നിനക്ക് തരും. और सभी बातों को मैंने तेरे को सौंपा है. അപ്പൊ അതിന് അർത്ഥം उसका मतलब പുത്രത്വം നിന്റെ അകത്ത്. तेरे अंदर संतान का औदा. ഏത് പുത്രത്വം? किसका संतान का औदा? ആദാമിന് കിട്ടിയ പുത്രത്വം അല്ല, आदम को जो संतान का औदा दिया था वो नहीं, ദൈവത്തിന്റെ ഏകജാതനായ പുത്രന് കൊടുത്തിരുന്ന പുത്രത്വം നിന്റെ അകത്ത്. और परमेश्वर का जो इकलौता पुत्र था उसके अंदर जो संतान का औदा है वो औदा तुझे दिया. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, इसलिए आप ध्यान दीजिए. ഏദനിലെ ആദമിനെ അല്ല ഒന്നാമത്തെ ആദം എന്ന് പറഞ്ഞാൽ ആദ്യജാതൻ എന്ന് പറഞ്ഞു. और एदन के अंदर का जो आदम था उसको पहलौटा ऐसा नहीं कहा गया है, പകരം യേശു ക്രിസ്തുവിനെ പറഞ്ഞു ആദ്യജാതൻ. और उसके बदले में यीशु को देखकर कहा कि ये पहलौटा है. അതുകൊണ്ടാ ബൈബിൾ പറഞ്ഞേ ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാക്കും. इसके लिए वचन में कहता है कि मसीह के साथ हम अवकाश അപ്പം अधिकार रखते हैं. നിന്റെ അകത്ത് യേശു ക്രിസ്തുവിനെ വെച്ചിട്ടാണ് നിന്നെ പുത്രത്വം എന്താണെന്ന് പറഞ്ഞു. उसका मतलब आपके अंदर मसीह को निवास कराया और फिर आपको संतान को औदा പിശാച് दिया. നോക്കുമ്പോ तो जब शैतान ഒരു देखता है ദൈവത്വം നിന്നിലുണ്ട്, आपके अंदर एक दिव्यता है ആ ദൈവത്വത്തിന്റെ മുഴുവൻ അവകാശങ്ങൾ നിങ്ങളിലുണ്ട്. और परमेश्वर के सारे अधिकार आपके अंदर है. ഇപ്പൊ അവന്റെ അവസ്ഥ എന്താ? और उसकी परिस्थिति अभी क्या है? ജീവിതത്തിൽ എന്നേക്കുമായി ഒരുവനോട് തോൽവി സമ്മതിച്ചു, അത് കർത്താവ് യേശു ക്രിസ്തുവിനോട്. ആ കർത്താവ് എവിടെ? അവൻ നിന്നിൽ. और हर वक्त के लिए उसने हार मान लिया है. वो किसके सामने था? वो यीशु मसीह के सामने था. और अभी वो यीशु मसीह कहाँ है? वो आपके अंदर है. എല്ലാ നിലയിലും सभी रीति നിന്റെ में വില എത്ര വിലയേറിയതായി. आपका मूल्य कितना श्रेष्ठ बनाया गया. അത് ദൈവത്തോളം
ദൈവരാജ്യത്തോളം സ്വർഗത്തോളം വിലയേറിയതാണെന്നാണല്ലേ അതിന്റെ അർത്ഥം. उसका मतलब यह है कि आपको स्वर्ग का मूल्य और परमेश्वर के राज्य का उतना मूल्य परमेश्वर ने आपको दिया है. ഞാൻ ആത്മാവിൽ ഒത്തിരി കയറിപ്പോയി. पवित्र आत्मा की अगुवाई में मैं बहुत आगे बढ़ गया. നമ്മുടെ വിഷയത്തിലോട്ട് ഞാൻ ആഴത്തിലൊന്നിറങ്ങുക. हमारे विषय को हम और गहराई से सीखेंगे. അങ്ങനെ ഈ ഭൂമിയിലോട്ടാണ് മനുഷ്യനായ ആദമിനെ അവയാക്കിയത്. और वैसे एक धरती में परमेश्वर ने आदम और हव्वा को रखा. അപ്പൊ ഈ ഭൂമി तो ये धरती ദൈവരാജ്യവുമായിട്ട് കണക്ട് നിന്നാൽ സ്വർഗം പോലെ കൊണ്ടു നടക്കാൻ പറ്റും. परमेश्वर के राज्य के साथ अगर रिश्ता बनाकर इस धरती पर रहे तो स्वर्ग के समान हम इस बात में कार्य कर सकते हैं. മനസ്സിലാകുന്നുണ്ടോ? क्या आप समझ रहे हो? അതാണ് ആദമിന് ദൈവം കൈമാറിയത്. वो अधिकार परमेश्वर ने आदम को दिया. പക്ഷെ അവിടെ ദൈവത്തിന് കീഴടങ്ങി നിന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. पर एक बात यह है कि परमेश्वर के अधीन रहकर ही इन बातों का कार्य कर सकते हैं. അവിടെ ദൈവത്തിന്റെ കൽപ്പനകൾ നമുക്ക് ആവശ്യമാണ്. वहां पर परमेश्वर की आज्ञाएं हमको चाहिए. ദൈവത്തിന്റെ ശബ്ദം നമുക്ക് ആവശ്യമാണ്. परमेश्वर की वाणी हमको चाहिए. ദൈവത്തിന്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. परमेश्वर की उपस्थिति हमको चाहिए. ദൈവത്തെ പിരിഞ്ഞ ഒരു പരിപാടി നടക്കത്തില്ല. परमेश्वर से अलग रहकर हम कुछ नहीं कर सकते. അങ്ങനെ ഒരു സെറ്റപ്പാണ് ഈ ഭൂമിയിൽ ദൈവം ആദമിന് വെച്ചിരുന്നത്. वैसा एक संविधान परमेश्वर ने आदम के लिए इस धरती पर रखा था. ഇതെല്ലാം അവൻ തകർത്തു. ये सब उसने नाश कर दिया. ഒറ്റ വാക്കിൽ ഞാൻ അങ്ങനെ അങ്ങ് അവസാനിപ്പിക്കുക. वैसा कहकर मैं इस बात को समाप्त करना चाहता हूँ. പിന്നെ ശ്രദ്ധിക്കണ്ടേ, तो अभी आप ध्यान दीजिए. ദൈവത്തിന്റെ ആദ്യ സ്വഭാവം അനുസരിച്ചാണെങ്കിൽ परमेश्वर के पहले के स्वभाव के अनुसार ദൂതനെ വെട്ടിക്കളഞ്ഞ ദൈവം स्वर्गदूत को जिसने निकाल दिया था ഭൂമിയെ വീണ്ടെടുത്തെങ്കിൽ और परमेश्वर ने अगर धरती को पुनर्स्थापना कर ഇവിടെ दिया था, മനുഷ്യനെ വെട്ടിക്കളയണം. यहाँ पर मनुष्य को भी परमेश्वर बाहर निकाल देना പക്ഷെ चाहिए. ദൈവത്തിന്റെ മാനപാത്രമാണ് നമ്മൾ. पर हम जो है परमेश्वर की मान्यता के पात्र है. ദൈവത്തിന്റെ ഹൃദയത്തിനകത്തിരുന്ന വിലയേറിയ പാത്രങ്ങളാണ് നമ്മൾ. परमेश्वर के हृदय में बहुत मूल्यवान एक पात्र था, वो हम हैं. അതുകൊണ്ട് इसलिए ഇതിനെ വെട്ടിക്കളയാനല്ല, इसको निकाल देने के लिए नहीं, പകരം ഇതിനെ ഉടച്ചു വാർക്കാനാ ദൈവത്തിന് ആഗ്രഹം. पर इसको तोड़कर फिर से पुनर्स्थापित करने का इच्छा है അപ്പൊ അതിന്റെ परमेश्वर का. അർത്ഥം इसका मतलब ദൈവത്തിന് മനുഷ്യനെ റീസ്റ്റോർ ചെയ്യണം, ഭൂമിയെ റീസ്റ്റോർ ചെയ്യണം. इसका मतलब परमेश्वर को मनुष्य और धरती को दोनों को पुनर्स्थापित करना है. ഇതാണ് പിന്നത്തേതിൽ നമ്മൾ കാണുന്നത്. और आगे के बातों में हम इस कार्य को देखते हैं. അതിന് ദൈവം മനുഷ്യനെ റീസ്റ്റോർ ചെയ്യണമെങ്കിൽ इसमें अगर परमेश्वर को मनुष्य को पुनर्स्थापित करना है, ഏതനിലെ അവസ്ഥയിലേക്ക് മനുഷ്യനെ തിരിച്ചെത്തിക്കണം. एदन की परिस्थिति में मनुष्य को फिर से लाना होगा. അപ്പൊ അതുകൊണ്ട് ദൈവം തൊടുത്തു. तो परमेश्वर ने क्या किया? തലമുറയിൽ ദൈവം തൊടാൻ തുടങ്ങി. पीढ़ियों जो है, पीढ़ियों को परमेश्वर छूने लगा. ആദമിൽ നിന്ന് आदम से ശേത്ത് എന്ന് പറയുന്ന ഒരു തലമുറയെ പുറത്തെടുക്കുന്നു. शेत नामक एक संतान को बाहर लाया. അവന് ദൈവരൂപം, उसको परमेश्वर का स्वरूप, ദൈവം കൊടുത്ത സാദൃശ്യവും സ്വരൂപവും വരുന്നു. परमेश्वर का जो है स्वरूप उसको मिला. അവനിൽ ദൈവം ആരാധന തുടങ്ങുന്നു. और उसके द्वारा परमेश्वर ने आराधना की शुरुआत की. അപ്പൊ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. तो आप सोचिए, അതിനു മുമ്പ് എങ്ങും നമ്മൾ ഹാബേൽ വരെ ആരാധനയെ കുറിച്ച് കാണുന്നില്ല. आबेल के समय तक हम कभी आराधना के बारे में नहीं അപ്പൊ देखते कुछ. ആരാധന ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ ഒരു സംഭവം. ये आराधना जो है परमेश्वर के हृदय के अंदर का एक विषय है. അത് ആദമിൽ നിന്ന് പുറത്തു വന്നില്ല. और वो आदम के द्वारा प्रकट नहीं हुई, പക്ഷെ ആദമിലെ സന്തതിയിൽ നിന്നത് പുറത്തു വന്നു. पर आदम के संतान के द्वारा वो प्रकट हुआ. അതാണ് റീസ്റ്റോറേഷന്റെ തെളിവ്. और वो है पुनर्स्थापना का चिन्ह. നിന്നിലില്ലാത്തത് आपके अंदर जो नहीं था, ദൈവത്തിലുള്ളത്, पर परमेश्वर के अंदर പക്ഷെ जो അത് है, നിന്നിൽ വെളിപ്പെട്ടിട്ടില്ല. पर वो आपके अंदर प्रकट नहीं हुआ. അത് നിന്നിൽ നിന്ന് അടുത്ത തലമുറയിലൂടെ പുറത്തെടുക്കുക. वो ഇതാണ് റീസ്റ്റോറേഷൻ. वो आपके द्वारा अगले पीढ़ी के अंदर प्रकट करे, वो है पुनर्स्थापना. ഹാബേലിലൂടെ അത് പുറത്തെടുക്കുന്നു. हाबेल के द्वारा परमेश्वर उस बात को प्रकट कर അത് रहा है. വെറും ഒരു ആരാധന. वो सिर्फ एक आराधना था. ശേത്തിലൂടെ शेत के द्वारा യഹോവയുടെ നാമത്തിലെ ആരാധന പുറത്തെടുക്കും. यहोवा के नाम में वो आराधना करने लगे. അപ്പൊ ഇനി ശ്രദ്ധിച്ചേ, तो आप ध्यान दीजिए, ഏദനിൽ एदन में ദൈവമാണ് ആദമിന്റെ അടുക്കൽ വന്നുകൊണ്ടിരുന്നത്. परमेश्वर आदम के करीब आता था. ഒരിക്കലും ആദം ദൈവത്തിന്റെ കൂടെ നടന്നെന്ന് എഴുതിയിട്ടില്ല. कभी भी आदम परमेश्वर के साथ चला, ऐसे नहीं लिखा है. അപ്പൊ അതിന്റെ അർത്ഥം इसका मतलब ആദമിന്റെ കൂടെ ദൈവം നടന്നെന്ന അർത്ഥം. आदम के साथ परमेश्वर चलता था. ഇപ്പൊ ഞാൻ ഒരാളുടെ കൂടെ നടക്കണമെങ്കിൽ अगर मुझे एक व्यक्ति के साथ चलना है, ഞാൻ ആ വ്യക്തി എവിടെ ആയിരിക്കുന്നോ അവിടെ എത്തണം.
वो व्यक्ति जहां पर है मुझे उस स्थान में पहुंचना होगा। അങ്ങനെയെങ്കിൽ ആദം എവിടെ ആയിരിക്കുന്നു അവിടെ ദൈവം എത്തി, എന്നിട്ട് ആദമിന്റെ കൂടെ ദൈവം നടന്നു. उसका मतलब आदम जहां पर है वहां पर परमेश्वर पहुंचा और फिर वो एक साथ चलने लगे। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब കൂടെ നടക്കാൻ കഴിയും എന്ന് ഒരു അനുഭവം ഏദനിൽ ദൈവം കാണിച്ചു. तो साथ में चल सकते हैं ऐसा एक अनुभव परमेश्वर ने उसके जिंदगी में इस बात के പക്ഷെ द्वारा അത് साबित किया। ആദമിനൊരു വെളിപ്പാടല്ല, पर आदम के लिए वो एक प्रकटीकरण അത് नहीं है, ആദമിനൊരു അറിവല്ല. वो आदम के लिए एक जानकारी नहीं है। എന്നാൽ അവന്റെ തലമുറയായ पर उसका जो संतान बना, ഹാനോക്ക് എത്തിയപ്പം जब हानोक का जन्म हुआ, ഹാനോക്കിന് അതൊരു വെളിപ്പാടാ. हानोक के लिए वो एक प्रकटीकरण है। ഇതിന്റെ പേരാ റെസ്റ്റോറേഷൻ. इसका नाम है पुनर्स्थापना। അപ്പോ ഒരുവനെ ദൈവം സന്ദർശിച്ചു തുടങ്ങിയപ്പോ, एक व्यक्ति के साथ जब परमेश्वर मुठभेड़ या मुलाकात करने लगा, ദൈവം ഒരുവനോട് ഇടപെട്ടു തുടങ്ങിയപ്പോ, परमेश्वर एक व्यक्ति के साथ जब बातें करने അവനിൽ लगा, മാറ്റങ്ങൾ സൃഷ്ടിച്ചു തുടങ്ങിയപ്പോ, उसके अंदर जब बदलावटें उत्पन्न हुई, അപ്പന് വെളിപ്പെടാത്ത കാര്യങ്ങൾ അവന് വെളിപ്പെട്ടു തുടങ്ങിയെന്ന്. पिता को जो प्रकट नहीं हुआ वो संतान प्रकटीकरण में प्राप्त അതിന്റെ करने അർത്ഥം लगा। നിന്നിൽ നടന്ന റീസ്റ്റോറേഷന്റെ തെളിവാത്. उसका मतलब पिता में जो रिस्टोरेशन या पुनर्स्थापना हुई उसका सबूत है। അപ്പന്റെ സിസ്റ്റത്തിൽ അതില്ല, पिता के संविधान में ये बातें नहीं പക്ഷെ है, നിന്റെ സിസ്റ്റത്തിൽ വന്നപ്പോ അതുണ്ട്. पर आपके संविधान में जब पहुंचे तो ये बातें हैं। അപ്പൊ അതിന് നിന്റെ സ്ഥാപനത്തിൽ മാറ്റം വന്നെന്നല്ലേ उसका അർത്ഥം? मतलब आपकी स्थापना में बदलावट आई है, നിന്റെ പാരമ്പര്യത്തിൽ ഇല്ലാത്ത, आपके परंपरा में जो नहीं था, പിതാക്കന്മാരുടെ പാരമ്പര്യത്തിൽ ഇല്ല, पिताओं के परंपरा में जो नहीं था, തലമുറയെ നിന്റെ പാരമ്പര്യത്തിൽ संतान तेरे परंपरा में കർത്താവിന്റെ കൂടെ സംഭവിച്ചെങ്കിൽ परमेश्वर के साथ अगर वो अनुभव मिला, അതാണ് റിസ്റ്റോറേഷന്റെ ഏറ്റവും വലിയ തെളിവ്. वो है आपका पुनर्स्थापना का सबसे बड़ा सबूत। ഇനി നിങ്ങൾ നോക്ക, अभी आप देखिए, നിങ്ങൾ ഒന്ന് വരാൻ പറ്റുമോ? 5-ാം അധ്യായത്തിലോട്ട് വന്ന് उत्पत्ति का पुस्तक उसका 5वां अध्याय 29-ാം വാക്യം. और उसका 29वां वाक्य हम पढ़ेंगे। और यह कहकर उसका नाम नूह रखा कि यहोवा ने जो पृथ्वी को शाप दिया है उसके विषय यह लड़का हमारे काम में और उस कठिन परिश्रम में जो हम करते हैं हमको शांति देगा। 29-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവ ശപിച്ച ഭൂമി, അവിടെ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവൻ നോഹ എന്ന് പേരിട്ടു. അപ്പം കാഴ്ചപ്പാടുള്ള പിതാക്കന്മാർ ഒരു മകനെ വിശ്വാസ പ്രഖ്യാപനം നടത്തി ജനിപ്പിക്കുന്നു. तो जिन पिताओं को दर्शन है वो पिताएं एक जो है दर्शन के साथ विश्वास का ऐलान कर कर उनके संतान को नाम रख रहा है। ആ തലമുറയെ ദൈവം ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. और उस संतान को, उस पीढ़ी को परमेश्वर पुनर्स्थापित करना चाहता है। അതുവരെ ഒരു തലമുറയ്ക്കും കൈമാറാത്ത ഒരു സ്പെഷ്യൽ കൃപ, സ്പെഷ്യൽ അവകാശം. तभी तक कोई भी पीढ़ी ने अनुभव नहीं किया वैसा एक विरासत और कृपा इस संतान ने अनुभव किया। അതാണ് നമ്മൾ 6-8 വായിക്കുന്നത്. और वही बातों को हम 6वां अध्याय उसके 8वें वाक्य में पढ़ते हैं। എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. परंतु यहोवा की अनुग्रह की दृष्टि नूह पर बनी रही। എനിക്ക് ആ ഹിന്ദി അത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. उसका हिंदी परिभाषा मुझे बहुत पसंद आई। ഒന്നുകൂടെ വായിച്ചത്. परंतु यहोवा के अनुग्रह की दृष्टि, അനുഗ്രഹ की दृष्टि ദൃഷ്ടി എന്ന് പറഞ്ഞാൽ കൃപയുടെ കണ്ണ്. उसका मतलब अनुग्रह की दृष्टि। ഇംഗ്ലീഷിലും അത് തന്നെയാ പറയുന്നത്. और इंग्लिश में भी वही कहा गया But है। Noah found grace in the eyes of the Lord. नूह पर जो है परमेश्वर की अनुग्रह की അത് दृष्टि ഇച്ചിരി बनी നല്ലതായിട്ടാ रही। പറയുന്നത്. നോഹ കണ്ടെത്തി, ഫൗണ്ട്. और नूह ने ढूंढ निकाला। നോഹ ഫൗണ്ട്. नूह ने ढूंढ निकाला। എന്തോ കണ്ടെത്തി? उसने क्या ढूंढ कर എന്തോ निकाला? ഫൗണ്ട് ചെയ്ത്? क्या ढूंढ निकाला? യഹോവയുടെ കണ്ണിൽ കൃപയുണ്ടെന്നുള്ളത്. परमेश्वर के दृष्टि में कृपा है। ആ തലമുറയുടെ പ്രത്യേകത കണ്ടോ? उस संतान के खासियत को देखिए। മലയാളത്തിൽ അത് സിമ്പിൾ ആയിട്ട് അങ്ങ് എഴുതി വിട്ടേക്കുക. मलयालम में बहुत ही आसानी से उसे लिख ഇംഗ്ലീഷ് दिया। വളരെ ക്ലിയർ ആയിട്ട് എഴുതേക്കും. इंग्लिश बहुत अच्छे से लिखा है। നോഹ ഫൗണ്ട് ഗ്രേസ് in the eyes of the Lord. नूह ने जो है परमेश्वर के दृष्टि में कृपा को खोज कर निकाला।
ദൈവത്തിന്റെ കണ്ണിലിരിക്കുന്ന കൃപയെ ഓ നോഹ കണ്ടെത്തി. यहोवा के दृष्टि में जो कृपा है नूह ने उसे ढूंढ कर निकाला. അപ്പൊ ഇവിടെ എന്തുവാ സംഭവിക്കുന്നത്? यहाँ पर क्या हो रहा है? ഇവിടെ ഇപ്പൊ ഈ റിസ്റ്റോറേഷൻ ഈ സംഭവിക്കുന്നത് ये पुनर्स्थापना में ये हो रहा है. യഹോവയുടെ കണ്ണിൽ ഇരുന്ന കൃപ ഇപ്പം നോഹയുടെ മേലോട്ട് വെളിപ്പെട്ട് വരികയാ. हाँ, यहोवा के दृष्टि में जो कृपा थी वो परमेश्वर के द्वारा नूह के ऊपर प्रकट हो रही है. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം പറയാൻ പോവാ. आरंभ में जो मैंने कहा उसे फिर से कहता हूं. കൂട്ടിമുട്ടലുകൾ നടക്കുമ്പോ जब मुठभेड़ प्रकट होती है പലരും കണ്ടെത്താത്തത് बहुत लोगों ने ढूंढ नहीं निकाला. നിനക്ക് കണ്ടെത്താൻ കഴിയും. आप उन बातों को ढूंढ निकाल പല सकते हो. തലമുറയിൽ വെളിപ്പെടാത്തത് बहुत पीढ़ियों में जो प्रकट नहीं होता നിനക്ക് കണ്ടെത്താൻ കഴിയും. उन बातों को तुम खोज कर निकाल सकते അതാണ് हो. നിന്നെ വ്യത്യസ്തനാക്കുന്നത്. वो आपको अलग बनाता है. അതാണ് നിന്റെ റീസ്റ്റോറേഷന്റെ കാരണം. वो आपका पुनर्स्थापना का कारण है. അത് അവന്റെ ഹിസ്റ്ററി മാറ്റുകയാ. वो उसके इतिहास को बदल रहा है. ഈ റീസ്റ്റോറേഷൻ അല്ലെങ്കിൽ ഈ കൂട്ടിമുട്ടൽ और इस मुठभेड़ में इस അല്ലെങ്കിൽ पुनर्स्थापना ഈ में അനുഭവം इस अनुभव में അവന്റെ വംശാവലിയെ മാറ്റിയെന്നുള്ള उसके पूर्ण वंशावली को परमेश्वर बदल 9-ാം रहा है. വാക്യം എടുത്തു നോക്ക്. 6वां अध्याय उसका 9वां वाक्य. नूह की वंशावली यह है. ആ नूह धर्मी पुरुष और हाँ। अपने समय के लोगों में खरा था ആ और नूह परमेश्वर ही के साथ साथ चलता रहा. നിങ്ങൾ നോക്ക്. वहां पर आप ध्यान दीजिए. ഒറ്റ വ്യക്തിയിൽ एक व्यक्ति के द्वारा ഒന്നിലധികം ക്വാളിറ്റികൾ. एक से ज्यादा गुण प्रकट हो रहा है. ഹാനോക്കിൽ ആരാധന, हानोक के अंदर आराधना प्रकट हुई ശേത്തിൽ യഹോവയുടെ നാമത്തിൽ ആരാധന, और शेत में यहोवा के नाम में वो आराधना करने लगे. ഹാനോക്കിൽ ദൈവത്തോടു കൂടെയുള്ള നടപ്പ്. हानोक में वो परमेश्वर के साथ चलने लगे. അപ്പൊ എല്ലാവരിലും ഓരോരോ ക്വാളിറ്റി. और सभी लोग में ये एक गुण प्रकट हो रहा है. ആദമിലെല്ലാം ഉണ്ട്, आदम में सारे गुण हैं പക്ഷെ ഒന്നും അവന് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞില്ല, पर कोई भी बातों को वो प्रकट नहीं कर पाए. ഒന്നും അവന് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല. कोई भी गुणों को वो प्रकट नहीं कर പക്ഷെ पाए. തലമുറ വന്ന് ഓരോന്നോരോന്ന് വെളിപ്പെടുത്തുക. पर संतानें पीढ़ियां आकर एक एक गुण को प्रकट कर അപ്പൊ रही हैं. ഓരോ റിസ്റ്റോറേഷനും तो हर एक पुनर्स्थापना, ഓരോ കൂട്ടിമുട്ടലും हर एक मुठभेड़ നിന്നിൽ നിന്ന് आपके अंदर से ദൈവത്തിന്റെ ഓരോ ക്വാളിറ്റിയെ പുറത്തെടുക്കും. परमेश्वर के हर एक गुणों को प्रकट करेगा. ശബരദൽ ഖടബ. आमीन. എത്ര പേർക്ക് ദൂത് कितने പിടികിട്ടുന്നു? लोग इस वाणी को ग्रहण कर रहे ദൈവം हैं? എന്തിനാ നിന്നോട് കൂട്ടിമുട്ടുന്നത്? परमेश्वर आपके साथ मुठभेड़ क्यों कर रहा ദൈവം है? എന്തിനാ നിന്നെ ഒന്നുകൂടെ സ്ഥാപിക്കുന്നത്? परमेश्वर आपको पुनर्स्थापित क्यों कर रहा है? എന്തിനു വേണ്ടിയിട്ടാ? किस लिए? അവനെ നിന്നിൽ വെളിപ്പെടുത്താനാ. वो अपने आप को आपके द्वारा प्रकट करना അവൻ चाहता है. നിന്നിൽ നിന്ന് പുറത്തു വരണം. वो आपके अंदर से प्रकट होना है. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. यही यहाँ पर प्रकट हो रहा है. ആദമിന്റെ ഓരോ തലമുറ കഴിയും തോറും आदम के एक एक पीढ़ी के बाद ദൈവത്തിന്റെ ഓരോ ക്വാളിറ്റി പുറത്തു വരികയാണ്. परमेश्वर का गुण उसके अंदर से प्रकट हो रहा है. ദൈവത്തിന്റെ ആരാധനാ സ്വഭാവം, परमेश्वर का आराधना का वो गुण, അവന്റെ മഹത്വമുള്ള നാമത്തിന്റെ സ്വഭാവം, परमेश्वर के महिमा का नाम का वो स्वभाव, ദൈവത്തോടുകൂടെ നടക്കുന്നതിന്റെ പ്രാധാന്യത, परमेश्वर के साथ चलने का जो है मुख्यता, അത് ഓരോരോ രക്തം തലമുറയിലും വെളിപ്പെട്ട് വരികയാണ്. वो हर एक पीढ़ी के द्वारा वो प्रकट हो रहा है. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, तो क्या मैं आपसे पूछूं, ഒരായുസിൽ एक जिंदगी में കൂടെ കൂട്ടിമുട്ടലുകൾ നടന്നാൽ, हर बार अगर मुठभेड़ प्रकट होगी, കൂടെ ഒരു പുനഃസ്ഥാപനത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ, हर एक समय अगर आप पुनर्स्थापित होने के लिए समर्पित നിന്നിൽ करोगे, ആരുടെ സ്വഭാവം കൂടും? आपके अंदर किसका स्वभाव बढ़ेगा? നീ ആരോട് അനുരൂപനാകും? आप किसके रूप में अनुरूप हो जाओगे? പൗലോസ് പറയും, पौलुस कहेगा നീ ക്രിസ്തുവിനോട് അനുരൂപനാകും. आप मसीह के रूप के समान हो जाओगे. യോഹന്നാൻ പറയും, यूहन्ना നീ कहेगा ക്രിസ്തുവിനെ അടുത്തറിയും. तुम मसीह को करीब से जानोगे. അവന്റെ അഗാപ്പെ എന്തെന്ന് നീ ആഴത്തിൽ അറിയും. परमेश्वर के अगापे को तुम गहराई से ग्रहण करोगे. എന്നാൽ നിങ്ങൾ നോഹയിലെത്തിയപ്പോൾ, पर जब तुम नोहा में पहुंचे, കാരണം നോഹയെല്ലാം കണ്ടെത്തുക, नोआ जो है सब ढूंढ कर निकाल रहा है. ദൈവം കൊണ്ടുവന്ന് കൊടുക്കുന്നതല്ല, परमेश्वर പകരം അവൻ ദൈവത്തിൽ നിന്ന് നോക്കി കണ്ടെത്തുന്നു. परमेश्वर उसके पास लाकर नहीं दे रहा, पर नोआ सब ढूंढ कर वो प्राप्त कर रहा है. നോഹ ഫൗണ്ട്, नोआ ढूंढ कर निकाला. അങ്ങനെ എഴുതിയിരിക്കുന്നത്. നോഹ ഫൗണ്ട്, ऐसा लिखा है, नोआ नोहा ने ढूंढ निकाला. കണ്ടെത്തി. नोआ ने ढूंढ निकाला. എന്തുവാ? ദൈവത്തിൽ ഉള്ള കൃപയെ അവൻ കണ്ടെത്തി. परमेश्वर के अंदर के कृपा को उसने ढूंढ निकाला.
നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, एक बात समझिए आप, നീ നാളുകളായി അനുഭവിച്ചതാണ് അവന്റെ ദയ. आपने उसके दया को आपके जिंदगी भर में अनुभव किया. ദൈവം ഏറ്റവും ബേസിക് ആയിട്ട് നിനക്ക് തരുന്ന അവന്റെ ദയ. और परमेश्वर बहुत ही बेसिक रूप से आपको उसका दया देता है. നിനക്ക് ലഭിച്ച ദയയുടെ ഏറ്റവും ടോപ്പസ്റ്റ് റേഞ്ച് കൃപ. और इस दया का सबसे उत्तम स्तर है उसकी कृपा. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? Amen. कितने लोग इस बात को ദയയല്ല നിന്നെ വീണ്ടെടുത്തത്, दया ने नहीं आपका उद्धार നീ किया, കൃപയാലാ വീണ്ടെടുക്കപ്പെട്ടത്. आप कृपा के द्वारा उद्धार पाए. ദയയല്ല നിന്നെ നീതീകരിച്ചത്, दया ने नहीं आपको धार्मिक बनाया, കൃപയാ നിന്നെ നീതീകരിച്ചത്. कृपा ने आपको धार्मिक നീ बनाया. തകർന്നു പോകാഞ്ഞത്, आप इसके लिए नाश നീ नहीं हुआ, മുടിഞ്ഞു പോകാഞ്ഞത് आप इसलिए नहीं मरे, അതവന്റെ ദയ. वो उसकी दया के कारण है. പക്ഷേ നീ നശിച്ച് മരണത്തിലേക്ക് പെട്ടുപോകാഞ്ഞത് അവന്റെ കൃപയാ. आप नाश होकर आप मृत्यु के करीब इसलिए नहीं गए क्योंकि वो उसकी कृपा थी. അപ്പം ഏറ്റവും ടോപ്പ് റേഞ്ച് കൃപ. तो सबसे उत्तम स्तर है कृपा. അപ്പൊ നോഹ കണ്ടെത്തിയത് ആ പ്രൈമറി മേഴ്സി അല്ല, ആ അനന്തമായ ഗ്രേസ് കണ്ടെത്തി. तो नूआ ने जो ढूंढ निकाला वो सामान्य ये दया नहीं थी, पर वो उत्तम कृपा का स्तर അപ്പൊ था. ഞാൻ കയറി പറയും, तो मैं आगे ये बढ़कर कहूंगा, നോഹ കണ്ടെത്തിയത് नूआ ने जिसको ढूंढ निकाला പുതിയ നിയമ വെളിപ്പാടാ. वो नया नियम का प्रकटीकरण है. അപ്പൻ ഇപ്പോഴും നിൽക്കുന്നത് പഴയ നിയമ വെളിപ്പാടില്ല. और पिता जो है पुराने नियम के प्रकटीकरण. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ദൂത്? कितने लोग इस वाणी को समझ रहे എത്ര हैं? പേർ അകത്തോട്ട് കയറുന്നുണ്ട്? ഇത് कितने लोगों के अंदर ये प्रवेश कर അതാ रहा है? നമ്മൾ അടുത്ത റീസ്റ്റോറേഷനിലോട്ട് കയറുമ്പോഴത്തെ ദൂതിലോട്ടാ നമ്മൾ ഈ വരുന്നത്. हमारे अगले पुनर्स्थापना के वाणी की ओर हम बढ़ रहे हैं. നോഹ കണ്ടെത്തുന്നത് പുതിയ നിയമത്തിന്റെ വെളിപ്പാടാ. नूआ जो है नए नियम के प्रकटीकरण को ढूंढ निकाल रहा है. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, इसके लिए आप देखिए, ഇതുവരെ ഒരു തലമുറയും നീതിമാനായിരുന്നെന്ന് പറയുന്നില്ല. इसके लिए ऐसा कभी नहीं कहा गया है कि कोई भी पीढ़ी धर्मी थी. ഗ്രേസ് കണ്ടെത്തിയവനെ നോക്കിട്ട് പറഞ്ഞു അവൻ നീതിമാനാ. पर जिसने कृपा को ढूंढ निकाला, परमेश्वर कहा कि वो धर्मी पुरुष है. ഇതിനു മുമ്പ് ഒരുവനാ നീതിമാനെന്ന് പറഞ്ഞോളൂ. उसके पहले सिर्फ एक ही व्यक्ति था धर्मी. അവനതാ സ്വർഗത്തിൽ പിതാവിന്റെ കൂടെ ഇരിക്കാൻ അവകാശം കൊടുത്ത ദൂതൻ. और परमेश्वर के साथ स्वर्ग में बिठाया गया वो स्वर्गदूत. അവനിൽ നീതികേട് ഉണ്ടാകുന്നിടം വരെ അവൻ നീതിമാനാ. उसके अंदर अधर्म जो है प्रवेश करने तक वो धर्मी था. അപ്പൊ അതിന്റെ അർത്ഥം इसका मतलब നീതീകരണം എന്ന് പറയുന്നത് സ്വർഗത്തിലെ അവസ്ഥയാ. तो ये धार्मिकता जो है वो स्वर्ग का अनुभव है. അത് ഭൂമിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതല്ല, वो धरती उस बात को उत्पन्न नहीं कर അത് सकती. സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ട് वो വരുന്ന. स्वर्ग के अंदर से प्रकट होने वाला അതുകൊണ്ടാ है. യേശു കർത്താവ് വന്നത് തന്നെ. इसके लिए यीशु मसीह ने आकर वो दिया. ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന പ്രമാണത്തിന് അത് തരാൻ പറ്റിയില്ല. इसके लिए धरती में आया वो न्याय व्यवस्था उसे नहीं दे पाया. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന പുത്രത്വത്തിന് അത് തരാൻ പറ്റി. स्वर्ग से उतर आया वो संतान ने हमको वो बात को दान ഇതാണ് दिया. രക്തം ചെയ്യാം. ദൈവത്തിന്റെ കണ്ണിൽ നോക്കി രക്തം ചെയ്യാൻ നോഹ കണ്ടെത്തിയത്. और इस बात को ही नूहा ने यहोवा के दृष्टि के अंदर से ढूंढ कर निकाला. അപ്പൊ അതിന്റെ അർത്ഥം इसका मतलब ഒറിജിനൽ റീസ്റ്റോറേഷൻ നടന്നാൽ, सच्चा पुनर्स्थापना अगर प्रकट होगा, നീ പുതിയ നിയമത്തിന്റെ കരുത്തറിഞ്ഞിരിക്കും. आप नए नियम के सामर्थ को अनुभव करके ग्रहण करोगे. നീ ഒറിജിനൽ റീസ്റ്റോറേഷനിലാണോ? आप अगर सच्चे पुनर्स्थापना में हो, ദൈവരാജ്യത്തിലേത് പലതും നിന്റെ സ്വന്തമാകും. परमेश्वर के राज्य का बहुत सारों को आप विरासत में प्राप्त करोगे. എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് വലിയ ദൂതുകൾ ഒത്തിരി ഒന്നും എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. मैं ज्यादा और वाणी नहीं कहना चाहता, പക്ഷെ ഇവിടെ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ ഞാൻ यहाँ पर रुककर मैं कुछ बातों को आपसे और बांटना चाहता हूँ. നിന്നിൽ നടക്കുന്ന പ്രോപ്പർ റീസ്റ്റോറേഷൻ ആണോ? आपके अंदर अगर सच्चा पुनर्स्थापना प्रकट हो रहा പുതിയ है, നിയമം നിന്നിൽ തുറന്നിരിക്കും. नया नियम आपके अंदर खुल जाए, പുതിയ നിയമത്തിന്റെ അവകാശങ്ങൾ നിന്നിൽ नए തുറന്നിരിക്കും. करार का विरासत आप प्राप्त നിങ്ങൾ करोगे. നോക്ക്, देखिए, നോഹ എന്ന് പറയുന്ന അഭിഷക്തൻ, नूआ नाम का ये अभिषक्त, അവനെ കാണിച്ചു കൊടുക്കാൻ ആരുമില്ല. उसको मार्ग दिखाने वाला कोई नहीं है. അവന്റെ കാലഘട്ടത്തിൽ സ്വർഗം പറയുന്നത് 5-ാം അധ്യായത്തിലൊന്ന് വരാം. उत्पत्ति का पुस्तक उसके 5वें ആ अध्याय വാക്യം में കൂടെ हम पहुंचेंगे. വായിച്ചെങ്കിലേ ആ കരുത്ത് മനസ്സിലാവും. वो वाक्य हम पढ़ेंगे तो ही हम इसका सामर्थ्य समझ पाएंगे. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ അത് വായിപ്പിച്ചതാണ്. और 6-ാം അധ്യായത്തിലോട്ട് വാ. उत्पत्ति का पुस्तक 6वां अध्याय, 5-ാം വാക്യവും 6-ാം വാക്യവും വായിച്ചേ. उसका 5वां और 6वां आयत.
और यहोवा ने ഏഴാം വാക്യവും 5, 6, 7 വായിച്ചോട്ടെ. 5वां, 6वां और 7वां वाक्य। हाँ। और यहोवा ने देखा हाँ। कि मनुष्यों की बुराई पृथ्वी पर बढ़ गई है हाँ। और उनके मन के विचार में जो कुछ उत्पन्न होता है हाँ। सो निरंतर बुरा ही होता है। हाँ। और यहोवा पृथ्वी पर मनुष्य को बनाने से पछताया हाँ। और वह मन में अति खेदित हुआ। हाँ। तब यहोवा ने सोचा कि मैं मनुष्य को जिसकी मैंने सृष्टि की है पृथ्वी के ऊपर से मिटा दूंगा। क्या मनुष्य, क्या पशु, क्या रेंगने वाले जंतु, क्या आकाश के पक्षी, सबको मिटा दूंगा क्योंकि मैं उनके बनाने से पछताता हूं। നിങ്ങളൊന്ന് ശ്രദ്ധിച്ച ആ വാക്യത്തിന്റെ ആഴം. उस वाक्य के, उस आयत के गहराई को आप समझे। 5ാം വാക്യം ഞാൻ വായിക്കാം. 5वें वाक्य को फिर से मैं पढ़ूंगा। ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുത്, അവന്റെ ഹൃദയ വിചാരങ്ങളും നിരൂപണങ്ങളും ഒക്കെ എല്ലാം ഇപ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. और यहोवा ने ഒന്നുകൂടെ അത് വായിച്ചാ. और यहोवा ने देखा कि मनुष्यों की बुराई पृथ्वी पर बढ़ गई है। और എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ മനുഷ്യന്റെ ദുഷ്ടത അങ്ങ് വലുതായി. उसका मतलब मनुष्यों के बुराई पृथ्वी पर बढ़ गई है। ദൈവം അത് പറയണമെങ്കിൽ എത്രത്തോളം വലിപ്പം ഉണ്ടായിന്? अगर परमेश्वर इस बारे में कह रहा है मतलब वो कितना बढ़ गई है। മനുഷ്യന്റെ എണ്ണം കുറവാ, मनुष्य की गिनती कम है, അപ്പൊ അവന്റെ ദുഷ്ടതയുടെ വലിപ്പം കൂടി. उसके बुराई का जो है स्तर बढ़ गया। അപ്പം ദൈവത്തെ അറിഞ്ഞ ദൈവവുമായിട്ട് കണക്ഷൻ ഉള്ളവരുടെ എണ്ണമില്ല. उसका मतलब परमेश्वर को जाना हुआ, परमेश्वर के साथ रिश्ता रखने वालों की गिनती बहुत कम है। ഉണ്ടായിരുന്നെങ്കിൽ അത് എഴുതിയാനെ. अगर कोई वैसा रहता तो परमेश्वर जरूर लिखता। മനുഷ്യനെ നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ ഇവന്റെ ദുഷ്ടത വലുതാ. परमेश्वर को मनुष्य के देखकर सिर्फ यही कहने आ रहा है कि इसकी बुराई बढ़ गई है। എന്നിട്ട് മനുഷ്യന്റെ കൂടെ സഹകരിച്ച ദൈവം മനുഷ്യന് കൊടുത്തേക്കുന്ന മാർഗം കണ്ടോ? അടുത്ത ഭാഗം വായിച്ചേ. അവന്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലാം ഇപ്പോഴും ദോഷമുള്ളതെന്ന് യഹോവ കണ്ടു. और परमेश्वर ये कहता है और उनके मन के विचार में जो कुछ उत्पन्न होता है सो निरंतर बुरा ही होता है। എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ ഇന്ന് ചിന്തിച്ച എന്തോ ഉണ്ടായാലും അത് കുഴപ്പമുള്ള. उसका मतलब वो मन में जो भी विचार करे वो सिर्फ बुराई है। അപ്പൊ അതിന്റെ അർത്ഥം അവന്റെ മനസ്സിൽ നിന്ന് നല്ലതൊന്നും ഉണ്ടാകത്തില്ല. उसका मतलब उसके मन से कुछ अच्छा विचार प्रकट ही नहीं होता। അപ്പം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പ്രതീക്ഷയുള്ള ഒരു കാര്യം പുറത്തു വരത്തില്ലെന്ന് ദൈവം പറയുന്നു. परमेश्वर ये कहना चाहता है कि इसके अंदर से मैं किसी बात का जो है एक्सपेक्टेशन रख पाऊं, ये ऐसा हो ही नहीं सकता। കാരണം അവന്റെ ചിന്തകൾ മൊത്തം ദോഷമുള്ളത്. क्योंकि उसका सोच सब बुराई वाली है। എന്തു പുറത്തു വന്നാലും അത് ദോഷമുള്ളതേ വരും. वो कुछ भी प्रकट करे तो वो बुराई है। അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब പിശാച് എത്രത്തോളം മനുഷ്യനെ സ്വാധീനിച്ചെന്ന് നോക്കാൻ. शैतान ने मनुष्य को कितना ज्यादा प्रभावित कर लिया। ചുരുങ്ങിയ സമയം കൊണ്ട് कुछ ही समय में പിശാചുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം വർദ്ധിച്ചു. शैतान के साथ का मनुष्य का रिश्ता बढ़ गया। ദൈവവുമായിട്ടുള്ള മനുഷ്യന്റെ ബന്ധം ഇല്ലാതായി. और परमेश्वर के साथ का मनुष्य का रिश्ता कम हो गया। ഒടുവിൽ ദൈവം തന്നെ പറയുന്ന കാര്യം അടുത്ത വാക്യം. और आखिर में परमेश्वर खुद वो कहता है अगले वाक्य में, ദൈവം പറയാ താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു. और यहोवा पृथ्वी पर मनुष्य को बनाने से पछताया। ഒറ്റ സൃഷ്ടിയെ കൊണ്ട് കർത്താവ് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ടില്ല. कोई भी सृष्टि के बारे में सोचकर परमेश्वर ऐसा पछताया नहीं है। ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം. जो मैंने पहले कहा उस बात को याद रखें। അപ്പന്റെ ഹൃദയത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായതായത് ये पिता के हृदय का सबसे उत्तम बात है। ये ഒരു सृष्टि കുശവനെ പോലെ അപ്പൻ ഉണ്ടാക്കിയതായത്. पिता ने इस कुंभार के रूप में इस बात को बनाया था। എന്നിട്ട് അതിനെ നോക്കിട്ട് ദൈവം പറയുക, उसे देखकर परमेश्वर कह रहा है ഞാൻ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നുണ്ടാ. मैं बहुत ज्यादा पछता रहा हूं। എന്നിട്ട് കർത്താവ് പറഞ്ഞ അടുത്ത വാക്ക്, और फिर देखो परमेश्वर ये कहता है ദൈവത്തിന്റെ ഹൃദയത്തിൽ അത് ദുഃഖമായി. और वह मन में अति खेदित हुआ। അപ്പൊ അതിന്റെ അർത്ഥം इसका मतलब ദൈവം ഏറ്റവും കൂടുതൽ ദുഃഖിച്ച ഒരു സൃഷ്ടി വേറെ ഇല്ല. परमेश्वर इतना ज्यादा खेदित हुआ जिसके कारण और कोई सृष्टि नहीं है, वो सिर्फ ദൈവം मनुष्य है। അനുതപിച്ച ഒരു സൃഷ്ടി വേറെ ഇല്ല.
मनुष्य के कारण ही परमेश्वर इतना ज्यादा पछताया है। ദൈവം ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു സൃഷ്ടി പറയില്ല. परमेश्वर मनुष्य के कारण ही इतना ज्यादा दुखित हुआ പക്ഷെ है। ഞാനൊരു കാര്യം പറയട്ടെ, पर एक बात मैं आपसे कहूँ, ഇതെല്ലാമാണെങ്കിലും ये सब होते हुए भी എന്റെ ദൈവം ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു സൃഷ്ടിയും വേറെയില്ല. इतना ज्यादा परमेश्वर प्रेम करने वाला सृष्टि और कोई नहीं है, पर सिर्फ मनुष्य है। ദൈവം അഗാപ്പെ കൊടുത്ത ഒറ്റ സൃഷ്ടിയേ ഉള്ളൂ. परमेश्वर ने अपने अगापे को दिया हुआ एक ही सृष्टि है। ഈ ജീവിതത്തിൽ വേണ്ടാന്ന് പറഞ്ഞ് കളയാതെ പുനഃസ്ഥാപിച്ച് സ്ഥാപിച്ച് തിരിച്ചു പിടിച്ച് അവനെ പോലാക്കി ഒറ്റ സൃഷ്ടിയേ ഉള്ളൂ. അതാ ഞാൻ നീയും. और परमेश्वर ने पुनर्स्थापना करके करके उसके समान बना के एक ही सृष्टि को बनाया है, वो है आप और मैं। നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ദുഃഖത്തിൽ ദൈവത്തിന് എടുക്കാൻ പറ്റിയ ഒരു ഡിസിഷനേ ഉള്ളൂ. അതാണ് 7-ാം വാക്യം. और हमारे लिए हमारे कारण जब परमेश्वर खेदित हुआ, उसमें परमेश्वर एक ही निर्णय ले पाया, वो है 7वें आयत में, ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും. मैं मनुष्य को जिसकी मैंने सृष्टि की है पृथ्वी के ऊपर से मिटा दूंगा। മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. क्या मनुष्य, क्या पशु, क्या रेंगने वाले जंतु, क्या आकाश के पक्षी, सबको मिटा दूंगा, क्योंकि मैं उनके बनाने से पछताता हूं। അപ്പൊ അതിന്റെ അർത്ഥം മനുഷ്യൻ നിമിത്തം ബാക്കി ജന്തുക്കൾക്ക് പോലും രക്ഷയില്ലാത്ത നിലയിൽ അത്രയ്ക്ക് ദൈവം വേദനിച്ചു. उसका मतलब मनुष्य के कारण और भी कोई जंतु जीवनों को से भी परमेश्वर इतना ज्यादा दुखित हो ഇതെന്തിനാ गया। ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് വെച്ചെന്നറിയാം? ये आपके सामने मैं क्यों कह रहा हूं? അത്രയ്ക്ക് ദോഷം നിറഞ്ഞ സമയമാണ്. ये उतना दुष्टता से भरा हुआ एक ഈ समय है। കാലത്തെ കുറിച്ച് പറയുമ്പോഴും പറഞ്ഞ നോഹയുടെ കാലം പോലെ എന്ന് പറയുന്നുണ്ട്. और ये समय के बारे में भी नूह के समय के साथ इससे तुलना की गई है। ഇന്നത്തെ അതേ ഗതിയായിരുന്നു അന്നും. आज का जो दुष्टता का जो समय है वैसा ही उस समय भी था। പക്ഷെ അന്നത്തെ നോഹ നിനക്ക് ഇന്നൊരു ദൂത് തരുന്നു. पर उस समय का नूहा आपको एक वाणी देता है। എന്താ നോഹ ഈ സമയത്ത് ചെയ്യുന്നത്? नूहा ये समय में क्या कर रहा है? നോഹ ഈ ഗ്രൂപ്പിലുള്ളതാ. नूहा भी इस झुंड का है। പക്ഷെ നോഹയുടെ കണ്ണ്, पर नूहा की दृष्टि, നോഹയുടെ അന്വേഷണം, नूहा का ढूंढना, നോഹയുടെ സെർച്ചിങ്, नूहा का जो खोज निकालना, ഓ അത് ദൈവത്തിന്റെ കണ്ണിൽ ചെന്നപ്പെട്ടു. वो परमेश्वर के आंखों में उसको पहुंचा। അവിടെ അവൻ ഒരു കൃപ കണ്ടെത്തി. वहां पे उसने एक कृपा को ढूंढ അത് निकाला, ചരിത്രത്തെ തിരുത്തിയെന്ന്. वो इतिहास को बदल दिया। ഇത് പറയാനാ ഞാൻ വന്നേ. ये बोलने के लिए मैंने इतने आपसे वाणी बांटी। ഇതാണ് ദൈവരാജ്യം നിനക്ക് വേണ്ടി കാത്തുവച്ചേക്കുന്നത്. परमेश्वर के राज्य ने आपके लिए ये അവന്റെ आपके लिए रुका कर रखा റീസ്റ്റോറേഷൻ है। ഇതാ കാത്തുവച്ചേക്കുന്നത്. आपकी पुनर्स्थापना ने आपके लिए यही स्टोर അവന്റെ എൻകൗണ്ടേഴ്സ് ഇതാ കാത്തുവച്ചേക്കുന്നത്. मुठभेटों के द्वारा यही परमेश्वर आपको समझाना चाहता है। എല്ലാം എതിരാണെങ്കിലും, सब बातें तुम्हारे खिलाफ है, എല്ലാം നിനക്കെതിരാണെങ്കിലും, सब बातें आपके विरोध में है, ഓ അവന്റെ കണ്ണ് നിനക്ക് അനുകൂലമാണ്. उसकी दृष्टि आपके अनुकूल അവന്റെ है, അഗാപ്പെ നിനക്ക് उसका അനുകൂലമാണ്. अगापे आपके साथ है, അവന്റെ ഗ്രേസ് നിനക്ക് उसकी അനുകൂലമാണ്. कृपा आपके साथ है। അന്വേഷിക്കാൻ നീ തയ്യാറാണോ? ढूंढने के लिए क्या आप तैयार ഓ हो? സെർച്ച് ചെയ്യാൻ നീ തയ്യാറാണോ? खोज के निकालने के लिए क्या आप तैयार ഫൗണ്ട് हो? ചെയ്യാൻ നീ തയ്യാറാണോ? ढूंढ कर निकालने के लिए क्या आप तैयार हो? അർത്ഥനാദകൽ പ്രൗഢ തൊട്ടുമേളി പറഞ്ഞു, उसके ऊपर മനുഷ്യൻ परमेश्वर ने നിമിത്തം ഞാൻ कहा, ദുഃഖിക്കുന്നു. मनुष्य के कारण मैं पछताता हूँ, മനുഷ്യൻ നിമിത്തം ഞാൻ ദുഃഖിക്കുന്നു. मनुष्य के कारण मैं खेदित हुआ हूँ। ഓ അതിന്റെ മേളിൽ അതിനൂടെ ചേർന്ന് പറഞ്ഞു, ഞാൻ അനുതപിക്കുന്നു. और उसी के कारण मैं पछताता हूँ, ഞാൻ നശിപ്പിക്കാൻ मैं ആഗ്രഹിക്കുന്നു. उसको जो है मिटा देना चाहता हूँ। എന്നാൽ फिर भी നോഹ കൃപ കണ്ടെത്തിയപ്പോ नूहा ने जब कृपा ढूंढ कर സ്വർഗം निकाला, പറഞ്ഞു അവൻ നീതിമാനാ. परमेश्वर कहता है कि वो धर्मी അവൻ मनुष्य നീതിമാനാ. है, वो धर्मी पुरुष है, അവനെ വെച്ച് ഞാൻ റീസ്റ്റോർ ചെയ്യും. उसको रख के मैं पुनर्स्थापना അവനെ करूंगा, വെച്ച് ഞാൻ ഈ ഭൂമിയെ റീസ്റ്റോർ ചെയ്യും. उसको रख के मैं धरती का അവനെ पुनर्स्थापना വെച്ച് ഞാൻ करूंगा, പറവകളെ ഞാൻ റീസ്റ്റോർ ചെയ്യും. उसको मैं जो है आकाश के पक्षियों को അവനെ വെച്ച് ഞാൻ पुनर्स्थापना करूंगा, മൃഗങ്ങളെ റീസ്റ്റോർ उसके ചെയ്യും. कारण मैं मृगों को मैं है पुनर्स्थापना करूंगा, അവനെ വെച്ചോണ്ട് ഞാൻ ഇരജാതികളെ റീസ്റ്റോർ ചെയ്യും. और उसके कारण मैं रेंगने वाले जंतुओं को मैं पुनर्स्थापना അവനെ करूंगा, വെച്ചോണ്ട് ഈ ഭൂമിയെ ഞാൻ മാറ്റം വരുത്തും. और उसके द्वारा मैं इस धरती पर बदलावट लाऊं। ദൈവം നിന്നെ നോക്കി പറയുന്നു, आपको देखकर परमेश्वर कहता है, എനിക്കൊരു നോഹയെ വേണം. मुझे एक नूहा की आवश्यकता है, എന്റെ കൃപ കണ്ടെത്തുന്ന, मेरे कृपा को ढूंढ कर निकालने ഓ वाला, എന്നെ സെർച്ച് ചെയ്ത് എന്നിലെ കൃപ കണ്ടെത്തുന്ന, मुझे खोज कर मेरे अंदर का कृपा को ढूंढ निकालने वाला, ആഴത്തിൽ അന്വേഷിച്ച് എന്നെ കണ്ടെത്തുന്ന, गहराइयों में मुझे ढूंढ कर मुझे खोज कर निकालने वाला,
ആരല്ല എങ്ങനെ വേണേലും പോട്ടെ, कोई भी कैसे भी आगे बढ़ जाए, നിനക്ക് അവനെ അന്വേഷിക്കാൻ പറ്റുമോ? क्या आप उसका खोज कर सकते हो? അവന്റെ കണ്ണിൽ നിനക്ക് വേണ്ടി കൃപ കാത്തിരിക്കുന്നു. उसके दृष्टि में आपके लिए कृपा इंतजार कर रही है. ഈ ഭൂമിയെ ഓർത്തിട്ട് ദൈവം ദുഃഖിക്കുന്നുണ്ട്. इस धरती को देखकर परमेश्वर खेदित हो रहा है. ഈ ഭൂമി ഓർത്തിട്ട് ദൈവം അനുതപിക്കുന്നുണ്ട്. इस धरती के कारण परमेश्वर पछता रहा ഇത് है. നോഹയുടെ കാലം പോലെ ഒരു കാലം. ये नूआ के समय के जैसा एक समय है. എല്ലാം നശിപ്പിക്കാൻ ദൈവത്തിന് തോന്നി. सब बातों को नाश कर देने का परमेश्वर को इच्छा है, പക്ഷെ അവന്റെ കണ്ണിൽ ഇപ്പോ കൃപയുണ്ടടാ. पर उसके दृष्टि में अभी भी कृपा है. എന്നെ കേൾക്കുന്ന ജനമേ, मुझे सुनने वाले परमेश्वर के നിനക്ക് बच्चों, കണ്ടെത്താൻ കൃപ അവനിലുണ്ട്. आपको ढूंढ कर निकालने के लिए उसकी आंखों में कृपा अभी भी उपलब्ध है. എത്ര പേർക്ക് കരയാൻ കഴിയും? कितने लोग इस वाणी को सुनकर रो सकते हैं? നിന്റെ കുടുംബത്തിലുള്ള പലരുടെയും ഹൃദയ വിചാരങ്ങൾ ദോഷമുള്ളതാ. आपके परिवार के बहुत लोगों के हृदय में सिर्फ दोष है. അവരെ ഓർക്കുമ്പോ ദൈവത്തിന് ദുഃഖം തോന്നുന്നു. उन्हें सोचकर परमेश्वर खेदित होता है. പക്ഷെ ചരിത്രം തിരുത്താൻ, पर इतिहास को बदलने के നിനക്ക് लिए, കണ്ടെത്താൻ കൃപ അവന്റെ കണ്ണിലുണ്ട്. तुझे ढूंढ कर निकालने के लिए उसकी आंखों में कृपा है. നീ മുഖാന്തരം ആ കൃപയെ നിന്റെ ദേശത്തൊന്ന് വ്യാപരിപ്പിക്കുക. आपके द्वारा उस कृपा को आप इस देश में प्रकट നീ कीजिए, മുഖാന്തരം ആ കൃപയിലൂടെ ദേശത്തെ ഒന്ന് റീസ്റ്റോർ ചെയ്യാൻ, और आपके द्वारा उस कृपा को उपयोग करके इस देश को पुनर्स्थापित करने के लिए, അന്ത്യകാലത്തെ കൊയ്ത്ത് നിന്നിലൂടെ നടത്താൻ, और जो है अंत के दिनों के जो है कटनी को आपके द्वारा प्रकट करने के लिए, ദൈവത്തിന്റെ ശേഷിപ്പിനെ ദൈവത്തിന് വീണ്ടെടുക്കാൻ, परमेश्वर के खास झुंड को बाहर लाने के लिए ദൈവത്തിന് കൃപ കണ്ടെത്തുന്ന ഒരുവനെ വേണം. परमेश्वर के कृपा को ढूंढ कर निकालने वाला एक व्यक्ति നോഹ परमेश्वर को चाहिए. കണ്ടെത്തിയതുപോലെ नूआ ने जैसे ढूंढ निकाला, നിനക്ക് തന്ന അഭിഷേകം, आपको जो अभिषेक दिया है, നിനക്ക് തന്ന അഭിഷേകത്താ, आपको जो अभिषेक दिया है उसके നിനക്ക് द्वारा, തന്ന സാന്നിധ്യത്താ, आपको परमेश्वर की उपस्थिति जो दी है उसके द्वारा, നിനക്ക് തന്നിരിക്കുന്ന മുഴുവൻ സംവിധാനങ്ങളും വെച്ച് आपको जो भी उसके संविधान को परमेश्वर ने दिया है, ഈ ജനറേഷനെ പുറത്തെടുക്കുന്നു, उसके द्वारा इस पीढ़ी को बाहर लाने ഈ के लिए, ദേശത്തെ വിടിവിക്കുന്നു, इस देश को छुटकारा ഈ लाने वाला, ദേശത്തിന് ഒരു റീസ്റ്റോറേഷന് വേണ്ടി, देश में एक पुनर्स्थापना ഈ प्रकट करने के लिए, ജനറേഷന്റെ इस റീസ്റ്റോറേഷന് വേണ്ടി पीढ़ी के पुनर्स्थापना के लिए, ഒരു ഗ്രേസ് കണ്ടെത്താൻ നീ തയ്യാറാണ്? क्या एक कृपा को ढूंढ निकालने के लिए आप तैयार हो? നിനക്ക് കണ്ടെത്തുന്ന തരത്തിൽ അത് അവൈലബിൾ ആണ്. आप ढूंढ कर निकाल पाओ उस तरीके से वो कृपा उपलब्ध है. അവന്റെ യോഗ്യതകൾ നിന്നിലേക്ക് കൊണ്ടുവരുമാറ് उसके योग्यता को आपके अंदर प्रकट करने के लिए ഒരു കൃപ റെഡിയായി നിൽക്കുക. वैसा कृपा तैयार है आपके लिए. നീ ആ കൃപയാൽ രക്ഷിക്കപ്പെട്ടെ. आप उस कृपा के द्वारा उद्धार पाए. നിന്റെ മരണം മാറിയത് ആ കൃപയാൽ. आपकी मृत्यु निकल गई क्योंकि उस നീ कृपा के कारण. നീതീകരിക്കപ്പെട്ടത് ആ കൃപയാൽ. आप धर्मी जो है उस कृपा के कारण बने हो. പക്ഷെ നീ കണ്ടെത്തേണ്ട ഒരു കൃപയുണ്ട്. पर आपको ढूंढ कर निकालने वाली एक कृपा ആ है. കൃപ എന്താണെന്നറിയാമോ? वो कृपा क्या है पता है? നിന്റെ തലമുറയുടെ വിടുതല, आपके पीढ़ी की छुटकारा ഈ है. ജനറേഷന്റെ വിടുതല, ये पीढ़ी का छुटकारा है. നിന്റെ ദേശത്തിന്റെ റീസ്റ്റോറേഷനാ. आपके देश का पुनर्स्थापना है. അതാണ് കൃപമേൽ കൃപ. अनुग्रह के ऊपर अनुग्रह. അതിനുവേണ്ടി നീ പ്രാർത്ഥിക്കുക. इसके लिए आप प्रार्थना करें. നീ കണ്ടെത്തണം അത്. आपको वो ढूंढ निकालना है. റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള കൃപ, पुनर्स्थापना के लिए वो अनुग्रह, അത് കാത്തു നിൽക്കുന്നു. वो आपका इंतजार कर रहा है. നീ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. उसके लिए आप प्रार्थना നീ करें. അതിനുവേണ്ടി തയ്യാറാണ്. उसके लिए आप तैयार हो ആ जाए. കൃപ നിനക്ക് തരാൻ പോകുന്ന ഒരു യോഗ്യതയുണ്ട്. वो अनुग्रह आपको एक योग्यता देगी. അത് നിന്റെ തലമുറയിൽ ആർക്കുമില്ലാത്തൊരു യോഗ്യതയാണ്. और आपके पीढ़ी में वो अनुग्रह किसी और को प्राप्त नहीं हुई है. നീ അതിനുവേണ്ടി തയ്യാറാണ്. उसके लिए आप तैयार हो जाइए. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. मेरे शब्दों को मैं यहाँ समाप्त करना चाहता हूँ. അസാധാരണമായ ഒരു കൈമാറ്റം ഈ സൺഡേ നടന്നിട്ടുണ്ട്. एक असाधारण उंडेलपन आपके ऊपर परमेश्वर ने प्रकट किया है. നോഹയുടെ കാലം ഒരു കാലമാണെന്ന് പറഞ്ഞ് നീ ഒളിച്ചിരിക്കരുത്. नूहा का जैसा एक समय है ये कहकर आप छिपे ना रहे. നോഹയുടെ കാലം ഒരു കാലമാണെന്ന് പറഞ്ഞ് നീ ലേസി ആയിട്ടിരിക്കല്ലേ. नूहा के जैसा ये समय है ऐसा कहकर आप आलस बनकर ना रहे. നീ രക്ഷിക്കപ്പെട്ടു, आप उद्धार पाए, നീ നീതീകരിക്കപ്പെട്ടു, आप धार्मिक बनाए गए, നിന്റെ മരണം മാറി आपका मृत्यु हट गया. എന്ന് പറഞ്ഞുകൊണ്ടിരിക്കല്ലേ. इसका मतलब आप ऐसे ही ना बैठे. ദൈവം ഒരു ശേഷിപ്പിനെ
വീണ്ടെടുക്കാൻ ആഗ്രഹിക്കുന്നു. परमेश्वर ऐसे एक छोटे झुंड को उद्धार ഈ करना चाहता है. അന്ത്യകാലത്ത് ഒരു കൊയ്ത്തിന് ദൈവം ആഗ്രഹിക്കുന്നു. एक इस अंत के समय के कटनी के लिए परमेश्वर चाहता है. ഒരു അവസാന റീസ്റ്റോറേഷന് ദൈവം ആഗ്രഹിക്കുന്നു. एक अंतिम पुनर्स्थापना का इच्छा परमेश्वर रखता है. അതിന് കൃപ ഏറ്റെടുത്ത് ഒരു തലമുറ പുറത്തു വരണം. और उसके लिए कृपा को प्राप्त किया हुआ, ऐसा अनुग्रह को प्राप्त किया हुआ एक पीढ़ी होनी चाहिए. അതിന് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാ നീ. और आप उसके लिए बुलाए गए हो, चुने गए हो. നീ അതുകൊണ്ട് സെർച്ച് ചെയ്ത് കണ്ടെത്തണം. आप उस बात को ढूंढ कर निकाले. ആ ഗ്രേസ് वो अनुग्रह നിനക്ക് അവൈലബിൾ ആണ്. आपके लिए उपलब्ध है. അത് നഷ്ടപ്പെടുത്തരുത്. आप उसे खो ना दे. ആ എൻകൗണ്ടർ നിനക്ക് അവൈലബിൾ ആണ്. वो मुठभेड़ आपके लिए उपलब्ध है. നീ മുഖാന്തരം ഒരു റീസ്റ്റോറേഷൻ നടക്കട്ടെ. आपके द्वारा एक पुनर्स्थापना प्रकट हो जाए. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, നീ തന്ന അരുളപ്പാടിന് സ്തോത്രം. आपने जो वाणी हमको दी इसके लिए हम धन्यवाद. നീ തന്ന കൃപയ്ക്ക് നന്ദി. आपने जो अनुग्रह दिया इसके लिए धन्यवाद. നീ തന്ന ആലോചനയ്ക്ക് നന്ദി. आपने जो उपदेश हमको दिया इसके लिए നീ തന്ന धन्यवाद. ഈ വലിയ മന്നയ്ക്ക് നന്ദി. आपने दिया हुआ ये श्रेष्ठ मन्ना के लिए धन्यवाद. ഞാൻ മുഖാന്തരം ആരും നഷ്ടപ്പെടാൻ ഇടയാകരുത്. मेरे कारण कोई भी नष्ट ना हो जाए. ഞാൻ മുഖാന്തരം ആരുടെയും സ്വർഗം നഷ്ടപ്പെടാൻ ഇടയാകരുത്. मेरे कारण किसी का भी स्वर्ग स्थान नष्ट ना हो जाए. ഞാൻ മുഖാന്തരം അനേകരുടെ മരണം ജീവനാകട്ടെ. मेरे कारण बहुत लोगों की मृत्यु जीवन में बदल जाए. ഞാൻ മുഖാന്തരം ഒരു ജനറേഷൻ പുറത്തു വരട്ടെ. मेरे कारण एक पीढ़ी बाहर आ जाए. ഞാൻ മുഖാന്തരം അവസാന കാലത്ത് കൊയ്ത്ത് നടക്കട്ടെ. मेरे कारण इस अंत के समय में एक कटनी प्रकट हो जाए. അപ്പ ആ ഗ്രേസിനെ കണ്ടെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണം. परमेश्वर उस अनुग्रह को ढूंढ कर निकालने के लिए आप हमको भाग्य दीजिए. ഈ റീസ്റ്റോറേഷന് വേണ്ടിയിട്ടുള്ള ഗ്രേസ് കണ്ടെത്താൻ, इस पुनर्स्थापना को प्राप्त करने के लिए, उस अनुग्रह को प्राप्त ഈ करने के लिए, പുതുക്കിപ്പണിക്ക് വേണ്ടിയിട്ടുള്ള इस नएपन का अनुभव के लिए കൃപ ഞങ്ങൾക്ക് തരണം. उसका वो अनुग्रह आप हमको दीजिए. തൃക്കരത്തിൽ എല്ലാവരെയും ഏൽപ്പിക്കും. आपके हाथों में उस बात को समर्पित करते ഈ हैं. ആഴ്ച ദേശത്ത് അത്ഭുതാധികാരം ഇറങ്ങാൻ പോകുന്നതിനാൽ സ്വത്രം. इस हफ्ते में अद्भुत अधिकार देश में प्रकट होने वाले हैं, इसके लिए धन्यवाद. സൗഖ്യങ്ങൾ ദേശത്ത് വ്യാപരിക്കുന്നതിന് നന്ദി. चंगाइयां देश में प्रकट हो रही है, इसके लिए धन्यवाद. മഹത്വം അങ്ങേക്ക്. महिमा आपको. യേശുവിൻ നാമത്തിൽ തന്നെ. यीशु मसीह के नाम में इस प्रार्थना को पूछते हैं. आमेन. आमेन. പരിശുദ്ധാത്മാവ് ശക്തമായി ഈ ആഴ്ച നമ്മളോട് ഇടപെട്ടു. पवित्र आत्मा ने बहुत सामर्थ्य रूप से हमसे बातें की इस हफ्ते. ദൈവം ഈ അന്ത്യകാലത്തിന് വേണ്ടി ഒരു കൃപ ഒരുക്കിയിട്ടുണ്ട്. इस अंत के समय के लिए परमेश्वर ने एक अनुग्रह को उपलब्ध रखा. ഒരു റെസ്റ്റോറേഷന് വേണ്ടി, एक पुनर्स्थापना के लिए, ഒരു എൻകൗണ്ടറിന് വേണ്ടി, एक मुठभेड़ के लिए, ഒരു ജനറേഷനെ പുറത്തെടുക്കുക, एक पीढ़ी को बाहर लाने के लिए, അവസാന കാലത്തെ കൊയ്ത്തിന് വേണ്ടി, एक अंत के समय के कटनी के लिए, അവന്റെ ആ ശേഷിപ്പിനെ പുറത്തെടുക്കുക. और उसके उस छोटे झुंड को बाहर लाने के लिए, അതിനെ ഒരു ഗ്രേസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. उसके लिए परमेश्वर ने एक अनुग्रह तैयार कर रखा है. അത് ഏറ്റെടുക്കാൻ നീ തയ്യാറാണോ? उसे प्राप्त करने के लिए क्या आप तैयार? നീ മുഖാന്തരം आपके द्वारा ആ റീസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ. वो पुनर्स्थापना प्रकट हो ആ जाए, തലമുറ പുറത്തു വരട്ടെ. वो पीढ़ी बाहर ആ आए, ശേഷിപ്പ് പുറത്തു വരട്ടെ. वो छोटा झुंड बाहर आए. അത് നഷ്ടപ്പെടുത്താൻ നമ്മൾ ഇടയാകരുത്. हमारे द्वारा वो नष्ट ना हो जाए. അനേകരുടെ മരണം ജീവനാകട്ടെ. बहुत लोगों की मृत्यु जीवन में रूपांतर हो जाए. കർത്താവ് നമ്മളിലൂടെ അത് ചെയ്യട്ടെ. हमारे द्वारा परमेश्वर इन बातों को ഇത് प्रकट നമ്മുടെ करे. സഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ ഏറ്റവും വലിയ പ്ലാൻ ആകട്ടെ. हमारे कलीसिया के लिए ये परमेश्वर का सबसे श्रेष्ठ योजना बने. അതിനായി നമുക്ക് ഒരുമിച്ച് നിൽക്കാം. इसके लिए हम एक साथ रुके. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. परमेश्वर आपको आशीषित रखे. God bless you all. you